ശ്യാം പ്രസാദിനെ പോലെ ഒരാളെ, അതും പട്ടാപ്പകൽ നഗരമധ്യത്തിൽ അയാളുടെ സ്വന്തം വാഹനത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ട് ഒരാൾ പോലും അത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ, അതും അത്രയും ആൾക്കാർ ഒത്തുകൂടിയ ആ ചടങ്ങിനിടയിൽ നിന്ന്, ഇസ് ഇറ്റ് പോസിബിൾ? തനിക്കറിയാലോ ശ്യാം ആരാണെന്നും ജനങ്ങൾക്കിടയിൽ അയാൾക്കുള്ള സപ്പോർട്ട് എത്രത്തോളമാണെന്നും. ജനങ്ങൾ മൊത്തം ഇളകിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ കേസിനൊരു തീരുമാനമുണ്ടാക്കി ശ്യാമിനെ തിരിച്ചു കൊണ്ടുവന്നില്ല എങ്കിൽ അതിന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. ഈ കേസ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇതുവരെ ഏറ്റെടുത്തൊരു കേസിലും പരാജയമറിയാത്ത SP ദേവപ്രയാഗ് ഇതും തെളിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ആ വിശ്വാസം തെറ്റിക്കരുത്. ദേവിന്റെ മുഖത്തേക്ക് നോക്കി അത് പറയുമ്പോൾ IG രാംഗോപാലിന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരുന്നു. ഇല്ല സർ, ഒന്നും സംഭവിക്കില്ല. ഇതിന് പിന്നിൽ ആര് തന്നെയായാലും അയാളുടെ ലക്ഷ്യം എന്തു തന്നെയായാലും അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഞാൻ ഇപ്പോൾ തന്നെ തുടങ്ങിയാണ് സർ. അത്രയും പറഞ്ഞ് IG ഓഫീസിൽ നിന്ന് തിരികെ ഇറങ്ങുമ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ ദേവപ്രയാഗ് അറിഞ്ഞിരുന്നില്ല താൻ അഴിക്കാൻ പോകുന്നത് വെളിപ്പെടാത്ത 1000 രഹസ്യങ്ങളുടെ വലിയൊരു താക്കോലാണെന്ന്. ഹലോ സോന, നമ്മുടെ ടീമിലെ എല്ലാവരും അരമണിക്കൂറിനുള്ളിൽ എൻ്റെ ഓഫീസിലുണ്ടായിരിക്കണം. ഇറ്റ്സ് വെരി അർജന്റ്. ഫോണിലൂടെ തൻ്റെ ടീം മെമ്പർ സോനയോട് അത്രയും പറഞ്ഞ ശേഷം അവൻ വണ്ടിയിൽ കയറി മുന്നോട്ട് പാഞ്ഞു. ഓഫീസിലെത്തിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഹാജരായിട്ടുണ്ട്. എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷ നിറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളെയൊക്കെ ഇപ്പോൾ വിളിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ അറിഞ്ഞാണല്ലോ ഡോക്ടർ ശ്യാംപ്രസാദിന്റെ തിരോധാനം. ആ കേസിന്റെ അന്വേഷണ ചുമതല ഡിപ്പാർട്ട്മെന്റ് നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിന് നമ്മുടെ മേലുള്ള വിശ്വാസം അത് നശിപ്പിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടെത്തണം. നിങ്ങൾക്കറിയാലോ, പാവപ്പെട്ടവരുടെ കൺകണ്ട ദൈവത്തെ പോലെയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ജനങ്ങൾ വെറുതെ ഇരിക്കില്ല. ഈ നിമിഷം മുതൽ നമ്മൾ തുടങ്ങുന്നു. ശ്യാമിന്റെ ഫോണിലേക്ക് ഒരാഴ്ചയായി വന്നിട്ടുള്ള ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് കോളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. അതിൽ സംശയാസ്പദമായ എന്തെങ്കിലും നമ്പറോ മറ്റോ കണ്ടെത്തിയാൽ ഉടനെ എന്നെ അറിയിക്കണം. പിന്നെ സോനയും പ്രദീപും ശ്യാമിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണണം. മിസ്സിംഗ് ആകുന്നതിന് മുമ്പ് ശ്യാമിൽ സംശയാസ്പദമായ മാറ്റങ്ങൾ എന്തെങ്കിലും കണ്ടിരുന്നോ എന്നറിയണം. ഐ മീൻ, അസാധാരണമായി ടെൻഷനോ എന്തെങ്കിലും ഭയപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും. വൈകുന്നേരത്തിനകം വിശദമായ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിരിക്കണം. നമ്മുടെ മുന്നിൽ അധിക സമയമില്ല. മീറ്റിംഗ് ഡിസ്പേഴ്സ്ഡ്. അതും പറഞ്ഞ് ദേവ് പെട്ടെന്ന് തന്നെ തന്റെ വണ്ടിയിൽ കയറി ഇങ്ങോട്ടോ പുറപ്പെട്ടു. അവിടെ നിന്ന് അവൻ നേരെ പോയത് ശ്യാം ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലേക്കാണ്. സിറ്റിയുടെ നടുവിലെ വലിയൊരു ബഹുനില കെട്ടിടം. എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള ആശുപത്രി. എന്നാൽ നിരാലംബരായ പലർക്കും അവിടെ ചികിത്സ സൗജന്യമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വേണ്ട കുറച്ച് ഡീറ്റെയിൽസ് എടുത്ത ശേഷം അവിടെയുള്ള ഓരോ സ്റ്റാഫിനെയും മറ്റും അവൻ ചോദ്യം ചെയ്തു. അവരിൽ നിന്ന് ആവശ്യമായതൊക്കെ അറിഞ്ഞതിനു ശേഷം അവൻ വീണ്ടും ഓഫീസിലേക്ക് തിരിച്ചു. അവിടെ ചെല്ലുമ്പോഴേക്കും ടീമിലുള്ള മറ്റുള്ളവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരിടത്തും ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഡോക്ടറിൽ ടെൻഷൻ അടുപ്പിക്കുന്നതോ ഭയപ്പെടുത്തുന്നതോ ആയ ഒരു ഭാവവ്യത്യാസങ്ങളും ഉണ്ടായിരുന്നതായി കൂടെ ജോലി ചെയ്യുന്നവർക്കോ കുടുംബാംഗങ്ങൾക്കോ ആർക്കും അറിയില്ല. അന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത ഡോക്ടേഴ്സോ മറ്റുള്ളവരോ ആരും അസാധാരണമായി ഒന്നും കണ്ടിട്ടില്ല. അദ്ദേഹം ഫംഗ്ഷൻ കഴിഞ്ഞ് സ്വന്തം കാറിൽ കയറിപ്പോകുന്നത് കണ്ടവരുണ്ട്. എന്നാൽ വീട്ടിലെത്തിയിട്ടില്ല. ആ ചടങ്ങ് നടന്ന ഹാളിൽ നിന്ന് വീട്ടിലേക്ക് 5 കിലോമീറ്റർ. അതിനിടയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ബട്ട് അതിനിടയിൽ എവിടെ വെച്ച്? നമുക്ക് മുന്നിൽ 4 ചോദ്യങ്ങളാണുള്ളത്. ആര്, എവിടെ വെച്ച്, എങ്ങനെ, എന്തിനു വേണ്ടി? ഇതിൽ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു പകൽ കഴിഞ്ഞിരിക്കുന്നു. ബട്ട് വി ഹാവ് നത്തിങ്. ദേവ് മേശയിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ട് പറഞ്ഞു. ഈ രാത്രി നമ്മളിൽ ആർക്കും വിശ്രമമില്ല. നേരം പുലരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയിരിക്കണം. മുൻപത്തെ പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഈ കേസ് ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമായി ഇത് അന്വേഷിക്കാം. ആസ് എ ടീം നമുക്ക് വിജയിച്ചേ മതിയാകൂ. ദേവിന്റെ നിർദ്ദേശപ്രകാരം ഓരോരുത്തർ ഓരോ വഴിക്കായി പിരിഞ്ഞു. നഗരത്തിൽ പലയിടത്തായി പോലീസ് ജീപ്പുകൾ ചീറിപ്പാഞ്ഞുകൊണ്ടേയിരുന്നു. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ വീണ്ടും മുന്നോട്ട് നീങ്ങി. പകലിനെ മറച്ചുകൊണ്ട് രാത്രി തന്റെ കരിമ്പുടം പുതച്ചു. ഇതേ സമയം നഗരത്തിന്റെ കേന്ദ്രഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വലിയൊരു കടയ്ക്ക് മുന്നിൽ കറുത്ത വസ്ത്രങ്ങളണിഞ്ഞ ആ രൂപം വന്നു നിന്നു. ചുറ്റിലും ആ രൂപം കണ്ണോടിച്ചു. അങ്ങിങ്ങായി തങ്ങളുടേതായ തിരക്കുകളിൽപ്പെട്ടും പായുന്ന മനുഷ്യർ. തലയിടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ.
ചുറ്റിലുമുള്ള ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആ രൂപം പതിയെ ആ കടയുടെ മുന്നിലെ വേസ്റ്റ് ബിന്നിലേക്ക് തന്റെ കയ്യിലെ കവറിട്ട് തിരികെ നടന്നു. കടകളിലും മറ്റുമായി സ്ഥാപിച്ചിരുന്ന ക്യാമറകളിൽ ഒന്നിൽ പോലും മുഖം പതിയാത്ത വണ്ണം ആ രൂപത്തിന്റെ മുഖം ഒരു തൂവാല കൊണ്ട് മറച്ചിരുന്നു. ആരും ആ രൂപത്തെ ശ്രദ്ധിച്ചില്ല. സമയം വീണ്ടും മുന്നോട്ടു പോയി. തിരക്കുകൾ ഒഴിഞ്ഞ് നഗരം ശാന്തമായി. എങ്ങും തെരുവ് വിളക്കുകൾ മാത്രമായി. ഇടയ്ക്കിടെ എവിടെയൊക്കെയോ ഉയർന്നു കേൾക്കുന്ന പോലീസ് ജീപ്പിന്റെ ശബ്ദത്തിനപ്പുറം എങ്ങും നിശബ്ദത. പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ചുവന്ന നിറത്തിലുള്ള വാഹനം ആ വേസ്റ്റ് ബിന്നിലരികിലായി വന്നു നിന്നു. അതിൽ നിന്ന് ശരീരമാകെ മൂടുന്ന വിധം വസ്ത്രം ധരിച്ച ഒരു രൂപം പുറത്തേക്കിറങ്ങി. പതിയെ വണ്ടിയുടെ പുറകിലേക്ക് നടന്ന ആ രൂപം ഡിക്കി തുറന്ന് എന്തോ ഒന്ന് നിലത്തേക്ക് തള്ളിയിട്ടു. കൈകൾ കൊണ്ട് ആ ബിന്നിലരികിലേക്ക് ആ വസ്തുവിനെ വലിച്ചു നീക്കിയ ശേഷം ഡിക്കി അടച്ച് തിരികെ ആ രൂപം വണ്ടിയിലേക്ക് കയറി. കയ്യിലെ രക്തക്കറ പുരണ്ട ഗ്ലൗസ് ഊരി അടുത്ത സീറ്റിൽ കിടന്ന കവറിനുള്ളിലേക്ക് ആക്കിയ ശേഷം ആ രൂപം വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കുതിച്ചു. അടുത്ത ദിവസം പതിവ് പോലെ നഗരമുണർന്നു. ആകാശത്തിൽ അങ്ങിങ്ങായി പലയിനം പക്ഷികൾ എന്തോ തേടി പറന്നുകൊണ്ടിരുന്നു. നഗരം വൃത്തിയാക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ അങ്ങിങ്ങായി വെച്ചിരുന്ന ബിന്നുകളിലെ ചവറുകൾ വണ്ടിയിലേക്ക് മാറ്റി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ആ കടയ്ക്ക് മുന്നിലെ ബിന്നിൽ നിന്ന് അവശിഷ്ടങ്ങൾ എടുക്കാൻ അതിനടുത്തേക്ക് നീങ്ങിയ അയാൾ പെട്ടെന്ന് ഒരു നിലവിളിയോടെ പുറകിലേക്ക് വീണു. കൂടെയുണ്ടായിരുന്നവർ എന്തെന്ന് തിരക്കി ഓടിക്കൂടവേ അയാളുടെ കൈകൾ മുന്നിലേക്ക് നീണ്ടു. അയാൾ കൈ ചൂണ്ടിയിടത്തേക്ക് നോക്കിയ ഓരോരുത്തരും ആ കാഴ്ച കണ്ട് നടുങ്ങി. ശരീരമാസകലം ഉണങ്ങിപ്പിടിച്ച രക്തക്കറകളും മുറിവുകളുമായി ഒരു മനുഷ്യ ശരീരം. കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട നിലയിൽ കണ്ട ആ ശരീരത്തിന് ഡോക്ടർ ശ്യാം പ്രസാദിന്റെ മുഖമായിരുന്നു. ഉയരെ ആകാശത്തിലായി ചുടുചോരയിൽ ആനന്ദം കണ്ടെത്തുന്ന പുതിയൊരുവന്റെ ഉദയം അറിയിച്ചെന്നോണം കഴുകന്മാർ വട്ടമിട്ട് പറന്നു. നഗരമധ്യത്തിലായതുകൊണ്ട് തന്നെ പോലീസ് എത്തുന്നതിനു മുമ്പ് അവിടം ജനങ്ങളാൽ നിറഞ്ഞിരുന്നു. തങ്ങൾ ദൈവത്തെ പോലെ കണ്ടിരുന്ന മനുഷ്യന്റെ മരണത്തിൽ ദേഷ്യം കൊണ്ട ചിലർ കടകളും വാഹനങ്ങളുമെല്ലാം അടിച്ചു തകർക്കാനും മറ്റും തുടങ്ങിയതോടെ നഗരത്തിലെമ്പാടും അശാന്തിയുടെ കഴുകന്മാർ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് 2 കണ്ണുകൾ മാത്രം പൂർത്തിയാക്കാനുള്ള എന്തിനോ വേണ്ടി വീണ്ടും തിരഞ്ഞുകൊണ്ടിരുന്നു. എന്തോന്ന് നേടി സംതൃപ്തി ആ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നിരുന്നു. കൂടി നിന്ന ജനങ്ങളെ ഭേദിച്ചുകൊണ്ട് വന്നു നിന്ന ജീപ്പിൽ നിന്ന് ദേവു പുറത്തേക്കിറങ്ങിയതും ആരോ എറിഞ്ഞൊരു കല്ല് അവന്റെ നെറ്റിയിൽ പതിഞ്ഞ് രക്തമൊഴുകാൻ തുടങ്ങി. ഒഴുകിയിറങ്ങിയ രക്തക്കറ അവൻ തുടച്ചു മാറ്റുമ്പോഴേക്കും കൂടെയുള്ള മറ്റു പോലീസുകാർ ചുറ്റും കൂടി നിന്നവർക്ക് നേരെ ലാത്തി വീശി. ജനങ്ങൾ ഭയത്തോടെ നാലുപാടും പാഞ്ഞു. സർ, ജനങ്ങളാകെ വയലന്റ് ആണ്. നെറ്റി മുറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. സോന ദേവനരികിലേക്ക് വന്നു നിന്നുകൊണ്ട് പറയുമ്പോൾ അവൻ കൈകൊണ്ട് വേണ്ട എന്ന് ആംഗ്യം കാട്ടി. ഐ വാണ്ട് ടു സീ ദി ക്രൈം സീൻ, ദേവ് സോനയോടായി പറഞ്ഞു. വരൂ സർ, ദാ ഇവിടെയാണ്. അതും പറഞ്ഞ് സോന ശ്യാമിന്റെ ബോഡി കിടക്കുന്നിടത്തേക്ക് നടന്നു. ദേവ് അവളെ അനുഗമിച്ചു. അവിടെ കണ്ട കാഴ്ചയിൽ ദേവ് ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. ശരീരത്തിലെ മുറിവുകളിൽ ഈച്ച പൊതിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ശരീരമാസകലം ബ്ലേഡ് പോലെ എന്തുകൊണ്ട് ആഴത്തിൽ വരഞ്ഞ മുറിപ്പാടുകൾ. കണ്ണുകൾ ചൂഴ്ന്നെടുത്തിരിക്കുന്നു. സർ, ഐ തിങ്ക് ഇതൊരു പ്രതികാരമാണ്. ക്രൂരമായ പ്രതികാരം. അത്രമേൽ ഇദ്ദേഹത്തോട് വെറുപ്പുള്ള ആരോ ഒരാൾ. സോന തന്റെ നിഗമനം ദേവിനെ അറിയിച്ചു. എന്നാൽ ദേവ് അപ്പോഴും മറ്റെന്തോ ചിന്തിക്കുകയായിരുന്നു. നോ സോന, ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എ റിവഞ്ച്. ഇതൊരിക്കലും ഒരു പ്രതികാരമല്ല. സമൂഹത്തിന്റെ ശ്രദ്ധ ആഗ്രഹിക്കുന്ന ഒരു സൈക്കോ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഭയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. ദേവ്, യു മീൻ? യെസ് സോന, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇത് തുടക്കം മാത്രമാണ്. എവിടെയോ ഇരുന്ന ഒരാൾ നമ്മുടെ ഭയം കണ്ട് ആസ്വദിക്കുന്നുണ്ട്. നമ്മൾ എത്രയും വേഗം അയാളെ കണ്ടെത്തിയില്ല എങ്കിൽ ഇനിയും മരണങ്ങൾ സംഭവിക്കും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ ഇതൊക്കെ പറയുന്നത്? സോന ഒരല്പം സംശയത്തോടെ ചോദിച്ചു. സോന, ആദ്യം തന്നെ കൊലയാളി ശരീരം ഉപേക്ഷിച്ച സ്ഥലം. എത്രയും പെട്ടെന്ന് ആളുകൾ കാണണമെന്ന ചിന്തയോടെ മാത്രമാണ് ഇവിടം തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറിച്ച് ഇതൊരു പ്രതികാരമാണെങ്കിൽ താൻ പിടിക്കപ്പെടരുത് എന്നയാൾ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും അയാൾ ശരീരം മറവ് ചെയ്യുക. ജനങ്ങളിൽ ഭീതി വിതച്ച് ആനന്ദം കണ്ടെത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒന്നിലധികം പേർ ചേർന്ന്. കാരണം ഡോക്ടർ ശ്യാമിനെ പോലെ ശരീരപ്രകൃതിയുള്ള ഒരാളെ ഒറ്റയ്ക്ക് അത്ര അനായാസം കീഴ്പ്പെടുത്തുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവർ ഒന്നിൽ കൂടുതൽ പേരുണ്ടാക്കാൻ സാധ്യതയുണ്ട്, ദേവ് സംശയത്തോടെ പറഞ്ഞു നിർത്തി. പെട്ടെന്ന് പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്തതും
അതെടുത്തു നോക്കിയ ദേവ് കൂടെയുള്ളവരോട് കൈകൊണ്ട് മിണ്ടരുതെന്നും ആംഗ്യം കാട്ടി. ആ യെസ് സാർ. അതെ സാർ, ഞാനിപ്പോൾ സീനിലാണ്. ഓക്കെ, ഞാൻ വരാം സാർ. അത്രയും പറഞ്ഞ് ഫോൺ പോക്കറ്റിലേക്ക് ഇടുമ്പോൾ ദേവിന്റെ മുഖം ചുവന്നിരുന്നു. ഐ ജി ആണ്. അദ്ദേഹം ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നല്ല ചൂടിലാണ്. എനിക്കുടൻ പോണം. പിന്നെ ഞാൻ തിരികെ വരുമ്പോഴേക്കും ചുറ്റുപാടുമൊക്കെ നിരീക്ഷിക്കണം. സംശയം തോന്നുന്ന ഒന്നും വിടരുത്. എത്ര ബുദ്ധിമാനായ കൊലയാളിയായാലും എന്തെങ്കിലും തെളിവ് നമുക്ക് കിട്ടാതിരിക്കില്ല. തന്റെ ടീമിലുള്ളവരോട് പറഞ്ഞുകൊണ്ട് ദേവ് തന്റെ ജീപ്പിൽ കയറി. അവൻ പോകുമ്പോഴേക്കും മറ്റുള്ളവർ ചുറ്റിലും തെളിവുകൾക്കായി തേടി തുടങ്ങിയിരുന്നു. വാട്ട് ഈസ് ദിസ് ദേവ്? ഒടുവിൽ ഭയന്ന് തന്നെ സംഭവിച്ചു. ജനങ്ങളാകെ ഇളകിയിരിക്കുന്നു. തന്നിൽ ഞാൻ വെച്ചിരുന്ന വിശ്വാസം വെറുതെയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. മുകളിൽ നിന്നുള്ള ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടത് ഞാൻ മാത്രമാണ് ദേവ്. താനെന്തൊന്നും മിണ്ടാത്തത്? ഐ ജി ഓഫീസിൽ തന്റെ മേലുദ്യോഗസ്ഥന് മുന്നിൽ നിൽക്കുമ്പോൾ ദേവിന്റെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞിരുന്നു. സാറ് കണ്ടതല്ലേ, കഴിഞ്ഞ ദിവസം ഉറക്കം പോലുമില്ലാതെയാണ് ഞാനും കൂടെയുള്ളവരും അദ്ദേഹത്തിന് വേണ്ടി തിരഞ്ഞു നടന്നത്. ഞങ്ങൾ വെറുതെ ഇരിക്കുകയായിരുന്നില്ല സർ. മുകളിൽ AC മുറിക്കുള്ളിലിരുന്ന് ഓരോന്ന് കൽപ്പിക്കുന്നവർക്കറിയില്ല ഞങ്ങൾ ഓരോ കേസിനു വേണ്ടിയും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. ഇപ്പോൾ എന്താണ് സർ വേണ്ടത്? ഞങ്ങളുടെ ടീം ഈ കേസിൽ നിന്ന് ഒഴിയണോ? ഞാൻ ഒരുക്കാണ് സർ. ബട്ട് അതിനൊപ്പം ഈ പോലീസ് കുപ്പായം കൂടി ദേവ് ഊരിവെക്കും. എന്നാൽ ഇതിനു പിന്നിൽ ആരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല. ഇതിനുള്ള ശിക്ഷ അവൻ അനുഭവിച്ചിരിക്കും. അതും ഈ ദേവിന്റെ കൈകൊണ്ട് തന്നെ. എന്തു വേണമെന്ന് സാറിന് തീരുമാനിക്കാം. ദേവ് ദേഷ്യത്തോടെ മുന്നിലെ ടേബിളിൽ മുഷ്ടി ചുരുട്ടി ചെറുതായി ഇടിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. കൂൾ മിസ്റ്റർ ദേവ്. ഞാനൊരിക്കലും തന്നെയോ തന്റെ ടീമിനെയോ കുറ്റം പറഞ്ഞതല്ല. തനിക്ക് തന്നെ അറിയാലോ മുകളിൽ നിന്നുള്ള പ്രഷർ. ഈ കേസ് തന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാനിത് സൂചിപ്പിച്ചിരുന്നു. നൗ ഞാൻ ഹെൽപ്ലെസ് ആണ് ദേവ്. നിങ്ങളെ കൂടാതെ സെൻട്രൽ ഇന്റലിജൻസിൽ നിന്ന് ഒരു ഓഫീസർ കൂടി ഈ കേസിൽ അന്വേഷണത്തിലേക്കായി നിയമിക്കപ്പെട്ടിട്ടുണ്ട്. വൺ മിസ്റ്റർ ആദിത്യൻ. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൂടി പറയാനാണ് ഞാൻ തന്നെ വിളിപ്പിച്ചത്. അവർക്ക് മുന്നിൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മാനം കാക്കേണ്ടത് തന്റെ ചുമതലയാണ്. കൊലയാളി ഇവിടം വിട്ടു പോകുന്നതിന് മുമ്പ് അതാരായാലും പിടികൂടിയിരിക്കണം. ഐ ജി ദേവിനോടായി പറഞ്ഞുകൊണ്ട് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഇല്ല സർ, കൊലയാളി എവിടെയും പോകാൻ പോകുന്നില്ല. ഇതുകൊണ്ട് ഒന്നും തീരാൻ പോകുന്നില്ല സർ. ഇതൊരു തുടക്കം മാത്രമാണ്. ഐ തിങ്ക് വി ഹാവ് എ ന്യൂ സൈക്കോ കില്ലർ. ദേവ് തന്റെ നിഗമനങ്ങൾ ഓരോന്നായി ഐ ജിയോടായി വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ ആ AC മുറിക്കുള്ളിലും ഐ ജിയുടെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ താഴേക്കൊഴുകി. ദേവ്, തന്റെ ഊഹങ്ങൾ ശരിയാണെങ്കിൽ ആരാണ് അടുത്തീര? എന്തെങ്കിലും ക്ലൂ? ഇല്ല സർ. അടുത്ത് സംഭവിക്കാൻ പോകുന്നതിലേക്കായി ഒരു ക്ലൂവും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അന്വേഷിക്കുന്നുണ്ട് സർ. പിന്നെ ആകെ അറിയാവുന്ന ഒന്ന് അടുത്ത ഇരയാകാൻ പോകുന്നതും ഡോക്ടർ ശ്യാംപ്രസാദിനെ പോലെ ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധനായ ഒരാൾ തന്നെയായിരിക്കും എന്ന് മാത്രമാണ്. നോ ദേവ്, ഇനി ഇതുപോലെയൊന്നും സംഭവിക്കാൻ പാടില്ല. മീഡിയ ഇപ്പോൾ നടന്നത് തന്നെ ആഘോഷമാക്കുകയാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന വിധമാണ് അവർ സൃഷ്ടിക്കുന്ന ഓരോ വാർത്തകളും. കൂടാതെ സോഷ്യൽ മീഡിയയും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതേ സമയം സിറ്റിക്കും പുറത്ത് ഗ്രാമവികസനത്തിന് വേണ്ടി പോരാടിയ സമർത്ഥനായ നേതാവ് അലക്സ് ജോണിനെ ആദരിക്കുന്ന ചടങ്ങ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. ശേഷം ചുറ്റും കൂടി നിന്നവരോട് യാത്ര പറഞ്ഞ് അയാൾ നടന്നു ചെന്ന് ഒരു വാഹനത്തിലേക്ക് കയറി. ആ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് എന്തോ കൊണ്ട് മറയ്ക്കപ്പെട്ടിരുന്നു. അല്പസമയത്തിനു ശേഷം ഐ ജി ഓഫീസ്. വാട്ട്? നോ, വാട്ട് ദി ഹെൽ? ദേഷ്യം കൊണ്ട് അയാൾ ഫോൺ നിലത്തേക്കെറിഞ്ഞു. എന്തു പറ്റി സർ? ദേവ് ആകാംക്ഷയോട് ചോദിച്ചു. തന്റെ ഊഹം ശരിയായിരുന്നു. അടുത്തേരിയും കടത്തപ്പെട്ടിരിക്കുന്നു ദേവ്. സാമൂഹിക പ്രവർത്തകൻ അലക്സ് ജോൺ. ഇതേ സമയം ദേവിന്റെ ഫോൺ നിർത്താതെ റിങ് ചെയ്യാൻ തുടങ്ങി. അവൻ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. അല്പസമയത്തിനു ശേഷം ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് ചെറിയൊരു നെടുവീർപ്പോടെ അവൻ ഐ ജിയോടായി പറഞ്ഞു. സർ, വി ഹാവ് എ ക്ലൂ. എന്താണത്? രാംഗോപാൽ പ്രതീക്ഷയോടെ ദേവിന്റെ മുഖത്തേക്ക് നോക്കി. അത് സർ, ക്രൈം സീനിനടുത്ത് നിന്ന് ശ്യാമിന്റെ ബോഡി പാർട്സും പിന്നെ എന്തോ ഒരു കുറിപ്പുമടങ്ങിയ ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടിയിട്ടുണ്ട്. അത് കൊലയാളി മനഃപൂർവ്വം ഉപേക്ഷിച്ചതാകണം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിൽ അവനിലേക്ക് എത്താനുള്ള എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് കിട്ടാതിരിക്കില്ല, ദേവ് പ്രതീക്ഷയോടെ പറഞ്ഞു. ഓക്കെ ദേവ്, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എത്രയും വേഗം പുറപ്പെട്ടോളൂ. ഓൾ ദി ബെസ്റ്റ് ദേവ്. താങ്ക് യു സർ. അതും പറഞ്ഞ് അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്ത ദേവ് തിടുക്കത്തിൽ പുറത്തേക്കിറങ്ങി. സീനിലെത്തുമ്പോൾ അവിടെ അവനെ കാത്തുനോണം മറ്റു ടീം അംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അർജുൻ, വേർ ഈസ് ഇറ്റ്? ദേവ് ചോദിക്കുമ്പോഴേക്കും അവർ ആ പ്ലാസ്റ്റിക് കവർ അവന് മുന്നിലേക്ക് വെച്ചിരുന്നു.
കയ്യിൽ ഗ്ലൗസ് എടുത്തണിഞ്ഞുകൊണ്ട് ദേവ് ആ കവറിനുള്ളിലേക്ക് കൈയിട്ട് ആ കുറിപ്പ് കൈകളിലെടുത്തു. രക്തക്കറ പുരണ്ട അക്ഷരങ്ങളിലേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി. ചുവന്ന മഷിയിൽ എഴുതിയിരിക്കുന്ന ആ അക്ഷരങ്ങളുടെ അർത്ഥം, ഐ ആം ദി ഹീറോ ആൻഡ് യു ആർ ദി വില്ലൻസ്. ഞാനാണ് നായകൻ, നിങ്ങളെല്ലാവരും വില്ലന്മാരും. കൊലയാളി ആരായാലും അയാൾ തന്നെ ഒരു നായകനായാണ് കാണുന്നത്. ചുറ്റുമുള്ള നമ്മൾ ഓരോരുത്തരും അവന്റെ വില്ലന്മാരും. ഈ ശരീരഭാഗങ്ങൾ അത് ശ്യാമിന്റെ തന്നെ ആകണം. നമ്മളിത് കണ്ടെത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടതാണ്. എങ്കിലും എത്രയും പെട്ടെന്ന് ഈ കവർ ഫോറൻസിക് ആൻഡ് ഫിംഗർ പ്രിന്റ് ടീമിന്റെ പരിശോധനയ്ക്ക് അയക്കണം. എത്രയും വേഗം അതിന്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിരിക്കണം. ഒരുപക്ഷെ ദൈവത്തിന് അദൃശ്യമായ കൈയെന്ന പോലെ എന്തെങ്കിലും ഒന്ന് നമുക്കായി ഇതിൽ കരുതിയിട്ടുണ്ടാവും. ദേവ് പ്രതീക്ഷയോടെ പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഫോറൻസിക് ടീം അവിടെ എത്തിയിരുന്നു. ദേവ് ആ കവർ അവരുടെ പരിശോധനയ്ക്കായി ഏൽപ്പിച്ചു. അപ്പോഴേക്കും ഒരു ബ്ലാക്ക് കളർ ജീപ്പ് ക്രൈം സീനരികിലായി വന്നു നിന്നു. അതിൽ നിന്നൊരു ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി. പോലീസ് വലിച്ചു കെട്ടിയിരുന്ന തടസ്സത്തെ ഉയർത്തി മാറ്റി അയാൾ ഉള്ളിലേക്ക് നടന്നു. ഹലോ മിസ്റ്റർ, ആരാണ് നിങ്ങൾ? ക്രൈം സീനിൽ മറ്റുള്ളവർക്ക് പ്രവേശനമില്ല എന്നറിയില്ലേ? ദേവ് ഒരൽപ്പം ദേഷ്യത്തോടെ അയാൾക്കരികിലേക്ക് വന്നതും ആ മനുഷ്യൻ തന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു കാർഡെടുത്ത് ദേവിന് നേർക്ക് നീട്ടി. ആദിത്യൻ IPS. IG കുറച്ചു മുമ്പ് പറഞ്ഞ അതേ പേര്. ഉള്ളിൽ ദേഷ്യം തോന്നിയെങ്കിലും അയാളോട് സോറി പറഞ്ഞ് ദേവ് തിരിഞ്ഞു നടന്നു. ദെൻ ടെൽ മീ യുവർ ഫൈൻഡിങ്സ് ദേവ്. എന്താണ് ഇതുവരെയുള്ള മുന്നേറ്റങ്ങൾ? നിങ്ങൾ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ആദി ദേവിനൊപ്പം നടന്നുകൊണ്ട് അവനോടായി തിരക്കി. നോ, ആരെയും സംശയിക്കാൻ തക്ക വിധത്തിൽ ഒരു തെളിവും നമുക്ക് കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയിരിക്കുന്ന ഒരു തെളിവ് ശ്യാമിന്റെ ശരീരഭാഗങ്ങൾ പൊതിഞ്ഞ നിലയിൽ ഉപേക്ഷിച്ച ഒരു കവറും പിന്നെ അതിനുള്ളിലുണ്ടായിരുന്ന ഒരു കുറിപ്പുമാണ്. അത് ഫോറൻസിക് ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് കിട്ടാതെ കൂടുതലൊന്നും പറയാൻ കഴിയില്ല മിസ്റ്റർ ആദിത്യൻ. ഓ, ഡോണ്ട് ബി ഫോർമൽ മാൻ, കോൾ മീ ആദി. അതും പറഞ്ഞ ആദി ഒരു ചിരിയോടെ ദേവിന് നേർക്ക് കൈനീട്ടി. ഉള്ളിലെ നീരസം മുഖത്ത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ദേവ് തിരികെ കൈ നൽകി. ഓക്കെ ദേവ്, കൊലയാളി ആര് തന്നെയായാലും അയാളെ നമ്മൾ കണ്ടെത്തും. അലക്സ് സാറിനെ എന്ത് വില കൊടുത്തും അയാളുടെ കൈകളിൽ നിന്ന് നമ്മൾ രക്ഷിച്ചേ മതിയാകൂ. ഇനിയൊരു കൊലപാതകം, അത് നമ്മൾ അനുവദിച്ചുകൂടാ. ആദി ഒരൽപ്പം ഗൗരവം മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു നിർത്തി. സർ, റിപ്പോർട്ട് റെഡിയായിട്ടുണ്ട്. ഫോറൻസിക് ടീമിൽ നിന്നുള്ള ജോണിന്റെ വിളി കേട്ട് പ്രതീക്ഷയോടെ രണ്ടുപേരും അവിടേക്ക് നടന്നു. അയാളുടെ കൈകളിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങി പരിശോധിക്കവേ ദേവിന്റെയും ആദിയുടെയും മുഖത്ത് എന്തെന്നില്ലാത്ത പല ഭാവങ്ങളും മിന്നിമറഞ്ഞു. വാട്ട് ദി ഹെൽ? റിപ്പോർട്ട് കണ്ട ആദി ദേഷ്യം കൊണ്ട് അടുത്തു കിടന്ന വണ്ടിയുടെ ബോണറ്റിൽ മുഷ്ടി ചുരുട്ടിയിടിച്ചു. ആകെയുണ്ടായിരുന്ന ഒരേയൊരു പ്രതീക്ഷയും നഷ്ടമായിരിക്കുന്നു. കൊലയാളിയിലേക്ക് നയിക്കുന്ന തരത്തിൽ ഒരു ഫിംഗർ പ്രിന്റ് പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. ഹീ ഈസ് സോ ക്ലവർ. നമ്മൾ കരുതിയതിലും ബുദ്ധിമാനാണ് അവൻ. ബട്ട് എന്തു വില കൊടുത്തും അവനെ നമ്മൾ കണ്ടെത്തിയേ മതിയാകൂ. ഇതല്ല എങ്കിൽ മറ്റൊന്ന്. അവനിലേക്ക് എത്താൻ എന്തെങ്കിലും ഒരു വഴി നമ്മൾ തുറന്നേ മതിയാകൂ ദേവ്. സർ, ഇതാ ഇവിടെ. ഫോറൻസിക് ടീമിലെ വിളി കേട്ട ആദിയും ദേവും പ്രതീക്ഷയോടെ അവർക്കരികിലേക്ക് ഓടി. സർ, ഉപേക്ഷിക്കപ്പെട്ട ആ കവറിൽ ഒട്ടിപ്പിടിച്ച നിലയിൽ വളരെ നേർത്ത പൊട്ടിയ ഒരു മുടിയിഴ കിട്ടിയിട്ടുണ്ട്. വി ഹാവ് എ ഹോപ്പ് സർ. ഒരുപക്ഷെ ഇതാ കൊലയാളിയുടേതാണെങ്കിൽ ഒരു DNA ടെസ്റ്റ് നടത്തിയാൽ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ല സർ. അയാൾ പ്രതീക്ഷയോടെ പറഞ്ഞു നിർത്തി. യെസ്, ഐ തിങ്ക് ദിസ് ഈസ് ഹാൻഡ് ഓഫ് ഗോഡ്. ഏതൊരു ക്രൈമിലും കൊലയാളിയിലേക്ക് എത്താൻ അദൃശ്യമായ എന്തോ ഒന്ന് മറിഞ്ഞിരിക്കും എന്ന് പറയുന്നത് പോലെ ഈ കേസിൽ നമുക്കായി മറിഞ്ഞിരിക്കുന്ന തെളിവാണ് ഇതെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആദ്യം അത് പറയുമ്പോൾ ദേവ് മറ്റെന്തോ ചിന്തിക്കുകയായിരുന്നു. ദേവ്, താൻ എന്താ ആലോചിക്കുന്നത്? ഐ തിങ്ക് സംതിങ് ഈസ് റോങ്. ഒരുപക്ഷെ ഇത് നമ്മളെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊലയാളി ഉപേക്ഷിച്ചതാണെങ്കിലോ? അല്ലെങ്കിൽ ഇത്രയും ശ്രദ്ധയോടെ ഓരോ പ്ലാനും ചെയ്യുന്ന ആ കൊലയാളി ഇങ്ങനെയൊരു തെളിവ് അവശേഷിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ദേവിന്റെ വാക്കുകൾ കേട്ട് ആദി ഒരല്പനേരം ചിന്തിച്ചു. നോ ദേവ്, നമ്മളെ വഴിതെറ്റിക്കാനുള്ള ഒരു ട്രാപ്പായിരുന്നു ഇതെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരവസ്ഥയിൽ ആ മുടിയിഴ ഉപേക്ഷിക്കില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്ന രീതിയിൽ ആരോഗ്യമുള്ള ഒരു മുടിയിഴയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവുകളായിരിക്കും ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവുക. എന്നാൽ ഇത് കൊലയാളിയുടെ ശരീരത്തിൽ നിന്ന് അബദ്ധവശാൽ നഷ്ടമായി പോയതായിരിക്കണം. എനിവേ, റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ശരിയായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. വി ഹാവ് ടു വെയിറ്റ്. കാരണം മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല.
അപ്പോഴേക്കും ദേവിന്റെ ടീമിലുള്ള സോനയും പ്രദീപും അവർക്കരികിലേക്ക് നടന്നു വന്നു. ആദി, സോന ആൻഡ് പ്രദീപ്, ദേ ആർ മൈ ടീം മെമ്പേഴ്സ്. ദേവ് അവരെ ആദിക്ക് പരിചയപ്പെടുത്തി. എന്തായി സോന പോയ കാര്യം? ദേവിന്റെ ചോദ്യത്തിന് മുമ്പിൽ അവർ നിസ്സഹാരായി നിന്നു. മുമ്പത്തേതുപോലെ തന്നെ ദേവ്. അലക്സാന്റെ വീട്ടുകാർക്കും അദ്ദേഹം എന്തിനെങ്കിലും ഭയപ്പെട്ടിരുന്നതായോ അദ്ദേഹത്തെ എന്തെങ്കിലും അലട്ടിയിരുന്നതായോ ഒന്നും അറിയില്ല. എന്നുമുള്ളതുപോലെ തന്നെ അദ്ദേഹം വളരെ ഹാപ്പിയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും കൂടെയുള്ള നേതാക്കൾക്കും കൂടുതൽ ഒന്നും തന്നെ പറയാനില്ല. ഓക്കെ, നിങ്ങൾ പോയിക്കോളൂ. പിന്നെ നഗരത്തിലെ ആളൊഴിഞ്ഞിടങ്ങളിൽ പരിശോധന കർശനമാക്കണം. അതും പറഞ്ഞ് ദേവ് അവരെ പറഞ്ഞുവിട്ടു. ആദി, വാട്ട് യു തിങ്ക്? തനിക്കിതൊക്കെ കേട്ടിട്ട് എന്തു തോന്നുന്നു? അവർ പറയുന്നത് സത്യം തന്നെയാകണം ദേവ്. കാരണം തങ്ങളാണ് കടത്തപ്പെടാൻ പോകുന്നതെന്ന് കടത്തപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പുള്ള നിമിഷം വരെ അവർക്ക് ഒരറിവുമില്ല. പിന്നെ എന്തിനു വേണ്ടി അവർ ഭയപ്പെടണം? ആദിയുടെ നിഗമനം ശരിയാണെന്ന് ദേവിനും തോന്നി. സർ, വി ഹാവ് ദി ഫസ്റ്റ് റിസൾട്ട്. DNA ടെസ്റ്റിന്റെ ആദ്യ റിസൾട്ട് റെഡിയായി എന്ന വാക്ക് കേട്ടിരുവരും പ്രതീക്ഷയോടെ അങ്ങോട്ടേക്ക് നടന്നു. ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടാൻ ലേറ്റ് ആവും. ഇത് കോമൺ ഫൈൻഡിങ്സ് മാത്രമാണ്. അതും പറഞ്ഞയാൾ റിപ്പോർട്ട് അവർക്ക് നേരെ നീട്ടി. ഇതേ സമയം നഗരത്തിൽ നിന്നും മാറി ആളനകം അധികമില്ലാത്ത ഒരു ഒഴിഞ്ഞ കെട്ടിടം. അവിടെ ഒരു മേശമേൽ മങ്ങിയ ഒരു വലിയ കണ്ണാടിക്ക് മുന്നിൽ വികൃതമായൊരു മുഖംമൂടി അണിഞ്ഞ ഒരാളിരിക്കുന്നു. അതിന് കുറച്ചു മാറി തലകീഴായി തൂക്കിയിരിക്കുന്ന ഒരു ക്രൂശിൽ ഒരു മനുഷ്യരൂപം. ഹൃദയം തുരന്നെടുക്കപ്പെട്ട നിലയിൽ കണ്ട ആ രൂപത്തിന് അലക്സിന്റെ മുഖമായിരുന്നു. പതിയെ ആ രൂപം എഴുന്നേറ്റ് അലക്സിന്റെ ശരീരത്തിനടുത്തേക്ക് നടന്നു. തന്റെ കയ്യിലെ മൂർച്ചയേറിയ കത്തിയാൽ ജീവനില്ലാത്ത ആ ശരീരത്തിൽ പലയിടത്തായി വരഞ്ഞ ശേഷം ആ മുറിവുകളിൽ നിന്ന് അല്പാൽപമായി ഒഴുകിയിറങ്ങുന്ന രക്തത്തിലേക്ക് ആ രൂപം ഭ്രാന്തമായൊരു ആവേശത്തോടെ നോക്കി. ശേഷം എന്തോന്ന് നേടിയ സംതൃപ്തിയോടെ ആ രൂപം ഉറക്കെ ചിരിച്ചു. ആ ചിരി ചുമരുകളിൽ തട്ടി വീണ്ടും വീണ്ടും അവിടെയാകെ പ്രതിധ്വനിച്ചു. ശേഷം തിരികെ നടന്ന ആ രൂപം ചുമരിൽ തൂക്കിയിരുന്ന ഫോട്ടോകളിൽ അലക്സിന്റെ ഫോട്ടോയിൽ ചുവന്ന നിറത്തിൽ ഇരുവശത്തു നിന്നും വരച്ച ശേഷം അടുത്തൊരു ചിത്രത്തിൽ അതേ ചുവന്ന മഷിയാൽ വൃത്തം വരച്ചു. ആ സമയം ആ രൂപത്തിന്റെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ഇതേ സമയം ക്രൈം സീനിൽ DNA ടെസ്റ്റിന്റെ റിസൾട്ട് ദേവിന് നേർക്ക് നീട്ടിയ ശേഷം അയാൾ തിരികെ നടന്നു. ദേവും ആദിയും പ്രതീക്ഷയോടെ ആ റിസൾട്ടിലേക്ക് നോക്കി. സംഭവ സ്ഥലത്തു നിന്നും കിട്ടിയ ആ മുടിയിഴ ഏകദേശം 40 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരു പുരുഷന്റേതായിരുന്നു. AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളുടെ. അത്രയും മാത്രമേ ആ റിപ്പോർട്ടിലുണ്ടായിരുന്നുള്ളൂ. ആരായിരിക്കും അയാൾ? സർ, ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടാൻ എത്ര സമയമെടുക്കും? ദേവ് ഫോറൻസിക് ഉദ്യോഗസ്ഥരോടായി തിരക്കി. വിശദമായ റിപ്പോർട്ട് കിട്ടാൻ 2 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും സർ. എന്തോ ഒന്ന് പരിശോധിക്കുന്നതിനിടയിൽ അദ്ദേഹം അവരോടായി പറഞ്ഞ ശേഷം വീണ്ടും ജോലിയിൽ മുഴുകി. ദേവ്, ഡു യു ഹാവ് എനി ക്ലൂ? ആദി സംശയത്തോടെ തിരക്കി. ഇല്ല ദേവ്, പക്ഷേ എനിക്കൊരു സംശയം. ഒരുപക്ഷെ എന്റെ തോന്നൽ മാത്രമായിരിക്കാം. എന്നാൽ ചില കേസുകളിൽ പലപ്പോഴും ഇതുപോലുള്ള തോന്നലുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്, പ്രതീക്ഷയോടെ പറഞ്ഞു. ചെൽമി ദേവ്, എന്താണ് തനിക്ക് തോന്നുന്നത്? നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ടോ ആദി? ഒരു സൈക്കോ കില്ലർ എന്ന മുഖംമൂടിക്ക് പിന്നിലോടുമ്പോൾ നമ്മൾ എന്തൊക്കെയോ കാണാതെ പോകുന്നു. അല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മളത് കാണാതിരിക്കാൻ വേണ്ടി ഒരു മറ നമുക്ക് മുന്നിൽ സൃഷ്ടിക്കപ്പെടുന്നു. താൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണെങ്കിലും തെളിച്ചു പറയൂ. ആദി, ഇത്രയും നാൾ കൊലയാളി ഒരു സൈക്കോ കില്ലർ ആണെന്ന നിഗമനത്തിൽ അതിനു പുറകെ നമ്മൾ ഓടി. എന്നാൽ ആ കൊലയാളിയിലേക്ക് എത്താൻ ഒന്നും അവശേഷിപ്പിക്കാത്ത പോലെ തുടങ്ങിയടുത്ത് തന്നെ നിൽക്കുകയാണ് നമ്മളിപ്പോഴും. ഇതിനിടയിൽ നമ്മൾ വിട്ടുപോയ ഒന്നുണ്ട്. കടത്തപ്പെട്ടവർ തമ്മിലുള്ള ബന്ധം. പബ്ലിക് ഫിഗർ ആയ കാരണം എന്തായാലും അവർ തമ്മിൽ ബന്ധമുണ്ടാകും. എന്നാൽ അതല്ല നമുക്കറിയേണ്ടത്. മാന്യതയുടെ മുഖംമൂടിക്ക് പിന്നിൽ ഒളിച്ചു വെച്ച ഒരു കറുത്ത കാലം അവർക്കുണ്ടെങ്കിലോ? ഒരുപക്ഷെ ആ കറുത്ത കാലത്തിന്റെ ക്രൂരതയിൽ അവർ ബാക്കി വെച്ച എന്തോ ഒന്നാണ് അവരെ വേട്ടയാടുന്നതെങ്കിലോ? ദേവ്, യു മീൻ? അതെ ആദി, അത് തന്നെ. എന്റെ മനസ്സ് പറയുന്നു, ഒരു സൈക്കോ കില്ലർ എന്ന മറ തീർത്ത് അതിനു പുറകിൽ അരങ്ങേറുന്നത് ഒരു പ്രതികാരത്തിന് വേണ്ടിയുള്ള യുദ്ധമാണെന്ന്. എന്നോ ഒരിക്കലേറ്റ മുറിവിന്റെ പ്രതികാരം. ഒരുപക്ഷെ ഇത് സംശയം മാത്രമായിരിക്കും. ഉറപ്പുവരുത്തണമെങ്കിൽ ഇവിടെ ഇരയായവരുടെ കഴിഞ്ഞ കാലത്തേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടി വരും. ആർക്കു മുന്നിലും വെളിപ്പെടാത്ത ഒരു മുഖം അവർക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സംശയം സത്യമാണെന്ന് ഉറപ്പിക്കാം. ദേവ് സംശയത്തോടെ പറഞ്ഞു നിർത്തി. യെസ് ദേവ്, യു ആർ റൈറ്റ്. ഇത്രനാളും നമ്മൾ ആരെന്നോ എന്തെന്നോ അറിയാതെ ഒരു സൈക്കോ കില്ലർ എന്ന ഊഹം മാത്രം വെച്ച് തിരയുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം എവിടെയും എത്താതെ പോയത്.
ഈ സംശയം ശരിയാണെങ്കിൽ ഒരുപക്ഷെ ഇത്രനാളും നമ്മളെ അതിവിദഗ്ധമായി വഴിതെറ്റിക്കാൻ കൊലയാളിക്ക് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. നമുക്ക് കളയാൻ അധികം സമയമില്ലാതെ എത്രയും പെട്ടെന്ന് ആവശ്യമായ വിവരങ്ങൾ നമുക്ക് കിട്ടണം. രണ്ടുപേരുടെയും ഫാമിലിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇവർ തമ്മിൽ പരിചയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അത് വളരെ അവിചാരിതമായി ഏതോ ഫംഗ്ഷനിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുള്ള പരിചയവും സൗഹൃദവും മാത്രമാണെന്നാണ് അവർ പറയുന്നത്. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. ടീമിലെ ഓരോരുത്തരെയും ഓരോ വഴികളിലേക്കായി അയക്കണം. രണ്ടുപേരും പഠിച്ച സ്കൂൾ, അവരുടെ കോളേജ്, അങ്ങനെ രണ്ടുപേർ തമ്മിൽ പരിചയപ്പെടാൻ സാധ്യതയുള്ള ഒന്നുപോലും നമ്മൾ വിടാൻ പാടില്ല. ദേവ് അതും പറഞ്ഞ് ഫോണെടുത്ത് ആരെയോ വിളിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ദേവിന്റെ ടീം മെമ്പേഴ്സ് അവിടെ എത്തി. അവർ എത്തി അല്പനേരം കഴിഞ്ഞതും ആദിയുടെ ടീമിലുള്ളവരും എത്തിച്ചേർന്നു. എല്ലാവരോടുമായി കാര്യങ്ങൾ അവതരിപ്പിച്ച ശേഷം ഓരോരുത്തരെ ഓരോ വഴിക്കായി വിട്ട ശേഷം ആദിയും ദേവും ഓരോ വഴിക്കായി പിരിഞ്ഞു. ആദി ശ്യാമിന്റെയും ദേവ് ആദിത്യന്റെയും സ്കൂളുകളിലേക്കാണ് ആദ്യം പോയത്. രണ്ടുപേരും പഠിച്ചിരുന്നത് നഗരത്തിലെ പേരുകെട്ട രണ്ട് വ്യത്യസ്ത സ്കൂളുകളിലായിരുന്നു. അവിടെ നിന്നും രണ്ടുപേരുടെയും ബന്ധിപ്പിക്കുന്ന ഒന്നും തന്നെ അവർക്ക് ലഭിച്ചില്ല. അടുത്തതായി ഓരോരുത്തർ പഠിച്ചിരുന്ന കോളേജുകളിലേക്ക് അവർ പുറപ്പെട്ടു. ആദിത്യൻ പഠിച്ചത് ഒരു പ്രൈവറ്റ് കോളേജിലും ശ്യാമു പഠിച്ചത് ഗവൺമെന്റിൽ തന്നെ ഒരു MBBS കോളേജിലുമായിരുന്നു. അവർ പഠിച്ചിരുന്ന സമയത്തെ ഓരോ ഡീറ്റെയിൽസും എടുത്ത ശേഷം ആദിയും ദേവും തിരികെ പുറപ്പെട്ടു. പ്ലാൻ ചെയ്തതനുസരിച്ച് നഗരത്തിന്റെ തിരക്കൊഴിഞ്ഞൊരിടത്ത് വെച്ച് അവർ കണ്ടുമുട്ടി. കിട്ടിയ ഓരോ ഡീറ്റെയിൽസ് പരിശോധിക്കുന്നതിനിടയിൽ ഒരു പേപ്പറിൽ ദേവിന്റെ കണ്ണുടക്കി. യെസ്, വി ഗോട്ട് ഇറ്റ്. എന്തോ ഒന്ന് കണ്ടെത്തിയ സന്തോഷത്തോടെ ദേവ് വിളിച്ചു പറഞ്ഞു. നോക്കാതി, സ്പോർട്സ് ക്ലബിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ എല്ലാ കോളേജുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ക്യാമ്പിൽ ശ്യാമും ആദിത്യനും പങ്കെടുത്തിട്ടുണ്ട്. അവരെ കൂടാതെ വേറെ പല പല കോളേജുകളിൽ നിന്നായി 300ഓളം കുട്ടികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ക്യാമ്പിന്റെ ഡീറ്റെയിൽസ് കിട്ടിയാൽ ഒരുപക്ഷെ നമുക്കെന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. അതിൽ പങ്കെടുത്ത ഓരോ കുട്ടികളെയും പേഴ്സണലി മീറ്റ് ചെയ്യണം. അതിനൊപ്പം ആ ക്യാമ്പ് നടന്ന കോളേജ്, അത് കോർഡിനേറ്റ് ചെയ്തവർ, അങ്ങനെ ഓരോന്നും നമ്മൾ അന്വേഷിക്കണം. എല്ലാം പെട്ടെന്ന് വേണം. ദേവിന്റെ വാക്കുകളിൽ പ്രതീക്ഷയുടെ സ്വരമായിരുന്നു ആ നിമിഷം. ഇതേ സമയം ആദിയുടെ ഫോണിലേക്ക് ആരുടെയോ കോൾ വന്നു. ആ കോൾ എടുത്ത് ചെവിയോട് ചേർക്കവേ മറുവശത്ത് നിന്ന് കേട്ട വാർത്തയിൽ അവന്റെ ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരി മാഞ്ഞു. മുഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തോ ഒരു ഭാവത്തിൽ നിറഞ്ഞു. എന്തു പറ്റി ആദി? ദേവ് സംശയത്തോടെ തിരക്കവേ ആദി ദേഷ്യത്താൽ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. വാട്ട് ഈസ് ദിസ് മാൻ? വാട്ട് ഹാപ്പൻ ടു യു? നമ്മൾ വീണ്ടും തോറ്റുപോയി ദേവ്. അയാളെയും ആ കൊലയാളി കൊന്നു. ശരീരം നഗരപരിധിയിൽ തന്നെയുള്ള ദേവാലയ മുറ്റത്ത് നിന്ന് കണ്ടെത്തി. അയാളെയും രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. ആദി തളർന്നതുപോലെ നിലത്തേക്കിരുന്നു. ഇതേ സമയം IG ഓഫീസിന് പുറകുവശത്തായി ഒരു വാഹനം വന്നു നിന്നു. അതിൽ നിന്ന് കറുത്ത വസ്ത്രമണിഞ്ഞൊരു രൂപം പുറത്തേക്കിറങ്ങി. ഓഫീസിന് ചുറ്റുമുള്ള ആ വലിയ മതിൽ ചാടിക്കടന്ന് ആ രൂപം IG മുറി ലക്ഷ്യമാക്കി നടന്നു. ആദി, നമ്മൾ തളരാൻ പാടില്ല. നമ്മൾ തളർന്നു പോകുന്ന ഓരോ നിമിഷവും ആ കൊലയാളി ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു കൊലപാതകം, അതെങ്കിലും നമ്മൾ തടയണം. ഇവിടെ നമ്മുടെ തോൽവി മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും തോൽവിയായി വിലയിരുത്തപ്പെടും. ദേവ് ആദിയുടെ തോളിലായി കൈവച്ചുകൊണ്ട് പറഞ്ഞു. എന്താ നമ്മളിപ്പോ ചെയ്യാ? ആദി സംശയത്തോടെ ദേവിനോടായി തിരക്കി. ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. അവസാന ശരീരം കണ്ടെടുത്ത ആ ദേവാലയ മുറ്റത്തേക്ക്. അവിടെയെങ്കിലും എന്തെങ്കിലും തെളിവ് നമുക്ക് ലഭിക്കാതിരിക്കില്ല. പിന്നെ ആദി, ഇപ്പോൾ തന്നെ ആ ക്യാമ്പിൽ പങ്കെടുത്തവരുടെ ഡീറ്റെയിൽസ് എടുക്കണം. അവരെ ഓരോരുത്തരെയും വിശദമായി ചോദ്യം ചെയ്യണം. അന്നത്തെ ആ ദിവസം ശ്യാമിനെയും ആദിത്യനെയും കൂടാതെ അന്ന് പരിചയപ്പെട്ട അവരുടെ ഒപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നറിയണം. അതുകൂടാതെ അന്നത്തെ ദിവസം ഇവർക്ക് മറ്റാർക്കെങ്കിലും ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നും. സമയം പാഴാക്കാതെ പുറപ്പെട്ടുള്ളൂ ആദി. അവസാന വിജയം അത് നമ്മുടെ തന്നെയാകണം, ദേവ് പ്രതീക്ഷയോടെ പറഞ്ഞു. ശരി ദേവ്, ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. പിന്നെ എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഫോൺ ചെയ്യണം. അത്രയും പറഞ്ഞ് ആദി തന്റെ വാഹനത്തിനടുത്തേക്ക് നടന്നു. അല്പസമയത്തിനുള്ളിൽ രണ്ടുപേരും രണ്ടു വഴിക്കായി പിരിഞ്ഞു കഴിഞ്ഞു. ഇതേ സമയം IG ഓഫീസിന്റെ മതിൽ ചാടിക്കടന്ന ആ രൂപം അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവർക്കിടയിൽ ചേർന്ന് IG ഓഫീസ് റൂം ലക്ഷ്യമാക്കി നടന്നു. അവിടെ അങ്ങിങ്ങായി നിന്നിരുന്ന പോലീസുകാർക്കിടയിലൂടെ ഒട്ടും ഭയമില്ലാതെ ആ രൂപം നടന്നു നീങ്ങി. IG റൂമിന് മുന്നിലെ കോളിംഗ് ബെൽ ലക്ഷ്യമാക്കി അയാളുടെ വിരലുകൾ നീണ്ടു. യെസ്, കമ്മിങ്. അല്പസമയത്തിന് ശേഷം ഉള്ളിൽ നിന്നും ആ ശബ്ദം മുഴങ്ങിയതും വാതിൽ തുറന്ന് ആ രൂപം ഉള്ളിലേക്ക് നടന്നു. കുറച്ചു സമയം കഴിഞ്ഞതും വീണ്ടും ആ വാതിൽ തുറക്കപ്പെട്ടു.
ആ മനുഷ്യനോടൊപ്പം ഐജിയും പുറത്തേക്ക് നടന്നു. സല്യൂട്ട് ചെയ്ത് മാറി നിന്ന പോലീസുകാർക്കിടയിലൂടെ അവർ നടന്നു നീങ്ങി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം, ആദി, ഹലോ ആദി, ഇത് ദേവാണ്. നീ എവിടെയാണ്? ഞാനിവിടെ ആ ക്യാമ്പിൽ പങ്കെടുത്തിരുന്ന കുട്ടികളെ നേരിട്ട് കാണാനായി ഇറങ്ങിയതാണ് ദേവ്. പിന്നെ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുകയായിരുന്നു. അവസാനം കണ്ട ഒരു പെൺകുട്ടി നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അന്ന് ആ ക്യാമ്പിൽ വെച്ച് ശ്യാമിനും ആദിത്യനുമൊപ്പം വേറെ 2 പേർ കൂടി ഉണ്ടായിരുന്നു. 4 ദിവസത്തെ ക്യാമ്പിനുള്ളിൽ തന്നെ അവർ ഒരു ഗ്യാങ് പോലെ എടുത്തിരുന്നു. അതിലൊരാൾ നമ്മുടെ IG രാംഗോപാൽ സാറാണ്. ആദി ഒരു നിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. എന്നാൽ അവൻ പ്രതീക്ഷിച്ച പോലെ ഒരു പ്രതികരണം ദേവിൽ നിന്നും ഉണ്ടായില്ല. പകരം മൗനമായിരുന്നു മറുപടി. ദേവ്, എന്താ പറ്റിയത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? അല്പനേരം കഴിഞ്ഞതും മറുപടിയൊന്നും ലഭിക്കാതായപ്പോൾ ആദി സംശയത്തോടെ തിരക്കി. അദ്ദേഹവും കടത്തപ്പെട്ടു ആദി. ദേവിൽ നിന്ന് കേട്ട വാക്കുകൾ ആദിയുടെ ചെവിയിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങിക്കിട്ടു. വാട്ട്? എപ്പോൾ? എങ്ങനെ? നീ എന്താണ് ദേവ് പറയുന്നത്? സത്യമാണ് ആദി. നീ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസിലെത്തണം. മുൻപത്തേതുപോലെയല്ല ഇത്. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പോലീസ് മേധാവിയാണ് കടത്തപ്പെട്ടിരിക്കുന്നത്. ദേവ് ടെൻഷനോടെ പറഞ്ഞു നിർത്തി. ഓക്കെ ദേവ്, അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തും. പിന്നെ ഞാൻ അവിടെ എത്തുമ്പോൾ കൊലയാളിയിലേക്കുള്ള മറ്റൊരു ക്ലൂ കൂടി നിന്നോട് എനിക്ക് പറയാനുണ്ട്. അത്രയും പറഞ്ഞ ആദി ഫോൺ വെച്ചു. ഹലോ ആദി. തിരികെ ദേവ് എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും അതിനകം മറുവശം നിശബ്ദമായിരുന്നു. IG രാംഗോപാൽ മിസ്സായ വിവരം അതിനോടകം തന്നെ കാട്ടുതീ പോലെ എങ്ങും പടർന്നു. മാധ്യമങ്ങൾ ആ വാർത്ത ഒരു ആഘോഷമാക്കി. നഗരത്തിലുടനീളം പോലീസ് വാഹനങ്ങളാൽ നിറഞ്ഞു. എല്ലാ വാഹനങ്ങളും ആളൊഴിഞ്ഞിടങ്ങളും എല്ലാം പോലീസ് അരിച്ചുപെറക്കിയെങ്കിലും IG സംബന്ധിക്കുന്ന ഒരു വിവരവും അവർക്ക് ലഭിച്ചില്ല. ഇതേ സമയം ദേവിന്റെ ഓഫീസിൽ ആദി എത്തിച്ചേർന്നിരുന്നു. ആദി, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിനക്ക് ലഭിച്ച ക്ലൂ? ദേവ് അക്ഷമയോട് ചോദിച്ചു. പറയാം ദേവ്. എനിക്ക് ലഭിച്ചത് വെറുമൊരു ക്ലൂ അല്ല ദേവ്. കൊലയാളി ആരാണെന്ന് പറയാൻ കഴിയുന്ന ഒരാൾ തന്നെ എനിക്കൊപ്പമുണ്ട്. ആരാ അത്? പറയാം ദേവ്. അതും പറഞ്ഞാദി വെളിയിലേക്ക് നടന്നു. അല്പസമയത്തിന് ശേഷം ഒപ്പം മറ്റൊരാളുമായി അവൻ തിരികെ ആ മുറിക്കുള്ളിലേക്കെത്തി. ഇതാരാ? കൂടെയുള്ള ആളെ നോക്കി ദേവ് സംശയത്തോടെ തിരക്കി. ഇത് നമ്മുടെ പഴയൊരു നേതാവാണ്. ചിറക്കോണം മണ്ഡലത്തിലെ മുൻ MLA ചാക്കോ തോമസ്. കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ തേടി നടന്ന കൊലയാളിയുടെ അടുത്തിര ഇയാളാണ്. വാട്ട്? ദേവ് വിശ്വാസം വരാതെ ആദിയുടെയും കൂടെയുള്ള ആളുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. സത്യമാണ് ദേവ്. അതുമാത്രമല്ല, നമ്മൾ സംശയിച്ചതുപോലെ തന്നെ ഇതൊരു പ്രതികാരത്തിന്റെ കഥയാണ്. ലഹരി പൂണ്ട ഇവനടക്കമുള്ള 4 മൃഗങ്ങളുടെ ആസക്തിക്ക് മുന്നിൽ ജീവിതം നഷ്ടപ്പെട്ട ഒരു 10 വയസ്സുകാരിയുടെ പ്രതികാരം. പിന്നെ അവൾക്കൊപ്പം അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ആകെയുള്ള അവളുടെ ഏട്ടനുമുണ്ട്. ഇവർ നീതിയെ വളച്ചൊടിച്ചപ്പോൾ തനിക്ക് ലഭിക്കാതെ പോയ നീതി അവർ സ്വയം നടപ്പാക്കുന്നു. നമുക്ക് തടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദേവ്. അവനൊരു നെടുവീർപ്പോടെ പറഞ്ഞു. നീ അറിയണം, ബാല്യത്തിന്റെ മനോഹരിതയിൽ ഓരോ കുരുന്നും ആസ്വദിക്കുന്ന ജീവിതത്തിന്റെ ആ ഘട്ടത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് അനാഥരായി വളർന്ന ആ കുഞ്ഞിന്റെയും അവളുടെ ഏട്ടന്റെയും കഥ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10 വയസ്സുകാരിയുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ ദിവസത്തെക്കുറിച്ച് അവൻ പറഞ്ഞു തുടങ്ങി. അത് ഒരു ദുഃഖവെള്ളി ദിവസമായിരുന്നു. ക്രിസ്ത്യാനികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗുഡ് ഫ്രൈഡേ. ഇതേ സമയം നഗരത്തിന് മുന്നിലെ വലിയൊരു മെഡിക്കൽ ഷോപ്പിന് മുന്നിലായി ഒരു കറുത്ത വാൻ വന്നു നിന്നു. അത് കണ്ടിട്ടെന്നോണം ചില മരുന്നുകൾ കയ്യിലെടുത്ത് ആ മെഡിക്കൽ ഷോപ്പിനുള്ളിൽ നിന്ന് ദേവിന്റെ സുഹൃത്തു കൂടിയായ മീര കടയടച്ച് വെളിയിലേക്ക് നടന്നു. എന്തോ ഒന്ന് നേടിയ പുഞ്ചിരി ആ കാറിനുള്ള ആൾക്കാർക്ക് സമ്മാനിച്ച് അവൾ അതിനുള്ളിലേക്ക് കയറിയതും വേഗത്തിൽ ആ വാഹനം മുന്നോട്ട് കുതിച്ചു. ആദിയുടെ വാക്കുകൾക്ക് കാതോർത്ത് നിൽക്കുകയായിരുന്നു ദേവാപ്പോൾ. ചെറുപ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു എങ്കിലും അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് അവൾക്ക് സുരക്ഷിതത്വവും സ്നേഹവും നൽകാൻ അവളുടെ ഏട്ടനുണ്ടായിരുന്നു. ഒരുപക്ഷെ മാതാപിതാക്കളെക്കാളേറെ അവൾ ആ കരങ്ങളിൽ സുരക്ഷിതയായിരുന്നു എന്ന് വേണം പറയാൻ. തന്നെ വളർത്താനും പഠിപ്പിക്കാനുമൊക്കെ ഏട്ടൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ വളർന്നു. സ്കൂളിലെ ഓരോ ക്ലാസ്സുകളിലും അവൾ ഒന്നാമതായിരുന്നു. ഗുരുക്കന്മാർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം അവൾ പ്രിയപ്പെട്ടവൾ. ദൈവകാര്യങ്ങളിലും മറ്റും ഒത്തിരി ശ്രദ്ധിച്ചിരുന്ന ആ കുരുന്നുകുട്ടിയുടെ ജീവിതത്തിൽ കറുത്ത നിഴൽ വീണ ആ ദിവസം അതൊരു ദുഃഖവെള്ളി ദിവസമായിരുന്നു. ഇവരുടെ ക്യാമ്പ് അവസാനിച്ച അതേ ദിവസം. ആ ക്യാമ്പിൽ തുടങ്ങിയ പരിചയം
അത് അവസാനിക്കുന്നത് പ്രമാണിച്ച് ലഹരി കൊണ്ട് അവർ 4 പേർ ചേർന്നൊരുക്കിയ ഒരു പാർട്ടി. അതിന്റെ ബാക്കിയായി 10 വയസ്സുകാരിയിൽ പോലും കാമം തീർക്കാൻ മാത്രം ഇവർ അധപ്പതിച്ചു പോയി. അന്ന് സ്വന്തം സഹോദരന്റെ മുന്നിലിട്ട് പിച്ച് ചീന്തപ്പെട്ട ആ പെണ്ണിന്റെ പക ഇവരെ പിന്തുടരും എന്നവർ കരുതിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇവർ പോലും മറന്നുകളഞ്ഞ ആ ദിവസത്തിന്റെ കൂലിയാണ് ഇവരുടെ മരണം. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഇയാളെ പോലും രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദേവ്. കാരണം വർഷങ്ങളായി ഉള്ളിൽ കെടാതെ അവൾ സൂക്ഷിച്ച അഗ്നി, അത് നമ്മുടെ നിയമത്തെ മുഴുവൻ ചുട്ടരിക്കാൻ പാകത്തിലുള്ളതാണ്. വൺ മോർ തിങ് ദേവ്, ആ പെൺകുട്ടിയെ നീ അറിയും. ആദിയുടെ ആ വാക്കുകൾ കേട്ട ദേവ് ഞെട്ടലോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. നോ, ഞാൻ വിശ്വസിക്കില്ല. അവൾ ഒരിക്കലും. ആദി പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ ദേവിന്റെ വാക്കുകൾ ഇടറി. വിശ്വസിച്ചേ മതിയാകൂ ദേവ്. എനിക്കറിയാം, കൂടെ ജോലി ചെയ്യുന്ന ടീംമേറ്റ് എന്നതിലുപരി അവൾ പോലും അറിയാത്ത ഒരിഷ്ടം നിനക്ക് സോനയോടുണ്ടെന്ന്. എന്നാൽ പക്വതയോടെ, അതിലുപരി ധൈര്യത്തോടെയും ഓരോ കേസിലും നിനക്കൊപ്പം ഒരു ടീമായി വർക്ക് ചെയ്യുമ്പോഴും പലതിനെയും ചുട്ടരിക്കാൻ പാകത്തിൽ ഒരഗ്നി അവൾ ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു. അതിനുവേണ്ടി ഒരു സമയത്തിനായി അവൾ കാത്തിരുന്നു. നാളെയാണ് തന്റെ യുദ്ധം പൂർത്തിയാക്കാൻ അവൾ തിരഞ്ഞെടുത്തിരിക്കുന്ന അവസാന ദിവസം. അവൾക്കെല്ലാം നഷ്ടമായ അതേ ദിവസം, ദുഃഖവെള്ളി. നാളെ എല്ലാം അവസാനിക്കും. എന്നാൽ ഇനിയൊരു തോൽവി നമുക്കുണ്ടാവരുത് ദേവ്. ഇപ്പോൾ നമ്മളിതെല്ലാം അറിഞ്ഞ വിവരം അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നീ വേഗം അവളെ വിളിച്ച് ഓഫീസിലേക്ക് വരാൻ പറയും. കേസിന്റെ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞാൽ മതി. ആദി ഒരു നിർദ്ദേശമെന്നോണം ദേവിനോടായി പറഞ്ഞു. ആദി പറഞ്ഞ ഓരോന്നും കേട്ടുകഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ദേവ്. അപ്പോൾ സോനയെ ചതിക്കാൻ കഴിയില്ല എന്ന് മനസ്സ് പറയുമ്പോഴും അവൻ അണിഞ്ഞിരുന്ന പോലീസ് കുപ്പായത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാനായി യാന്ത്രികമായി അവന്റെ കൈകൾ മൊബൈൽ ഫോണിൽ സോന എന്ന നമ്പറിൽ പതിഞ്ഞു. ഫോൺ ചെവിയോട് ചേർക്കവേ ദേവിന്റെ മുഖത്ത് പലവിധ ഭാവങ്ങൾ മിന്നിമറിഞ്ഞുകൊണ്ടിരുന്നു. എന്താ, എന്തുപറ്റി ദേവ്? ആദി ദേവിന്റെ മുഖഭാവങ്ങൾ കണ്ട് സംശയത്തോടെ ചോദിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അവൻ ആകുലതയോടെ പറഞ്ഞു. നമ്മൾ കരുതിയതിലും മുന്നിലാണ് അവൾ. നമ്മൾ അവളിലേക്ക് എത്തിയെന്ന് അവൾ അറിഞ്ഞിരിക്കുന്നു ദേവ്. സമയം കളയാനില്ല. നിനക്ക് അവളുടെ താമസ സ്ഥലം അറിയില്ലേ? എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം, ആദി തിടുക്കത്തോടെ പറഞ്ഞു. നീ കയറ്, ആദിയോടായി പറഞ്ഞുകൊണ്ട് ദേവ് തന്റെ വാഹനത്തിനടുത്തേക്ക് വേഗത്തിൽ നടന്നു. ദേവിന് പുറകെ ആദി കൂടി കയറിയതോടെ അവരുടെ വാഹനം മുന്നോട്ട് കുതിച്ചു. നഗരപരിധിയിൽ നിന്ന് ഉള്ളിലേക്ക് മാറി അധികം ആളനക്കമില്ലാത്ത ഒരിടത്തായിരുന്നു സോനയുടെ വീട്. ഇതുവരെ വന്നിട്ടില്ല എങ്കിലും സോനയും മറ്റു ചില കൂട്ടുകാരും പറഞ്ഞതിൽ നിന്ന് അവിടേക്കുള്ള വഴികൾ ദേവിന് പരിചിതമായിരുന്നു. വളവുകളും തിരിവുകളുമെല്ലാം അനായാസം താണ്ടി വേഗത്തിൽ അവരുടെ വാഹനം മുന്നോട്ട് പാഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം അധികം ആളനക്കമില്ലാത്ത ഒരിടത്ത് വണ്ടി നിന്നപ്പോൾ ആദി സംശയത്തോടെ ദേവിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ സംശയം മനസ്സിലാക്കിയിട്ടെന്നോണം ദേവ് കുറച്ചു മാറി ചെറിയ കൂരകൾ പോലെ തോന്നിപ്പിക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഇളം മഞ്ഞ നിറത്തിൽ പെയിന്റടിച്ച ഒരു വീടിന് നേർക്ക് വിരൽ ചൂണ്ടി. അതാണ് അവളുടെ വീട്. അതും പറഞ്ഞ് ദേവ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടന്നു. തൊട്ടുപുറകിലായി ചുറ്റുപാടുകൾ വീക്ഷിച്ചുകൊണ്ട് ആദിയും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ വീടിന്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് തന്നെ ഉള്ളിൽ ആരുമില്ല എന്ന് മനസ്സിലായെങ്കിലും ആദ്യ തന്റെ കയ്യിലെ തോക്കുപയോഗിച്ച് ആ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി. ചുറ്റുമുള്ള ചെറിയ കുടിലുകളിലൊന്നും ആരും താമസമില്ലാത്തതിനാൽ മറ്റാരും ഒന്നും അറിഞ്ഞില്ല. 2 മുറികൾ മാത്രമുള്ള ആ ചെറിയ വീടിന്റെ ഓരോ മൂലയും അരിച്ചു പറക്കിയെങ്കിലും സോനയുടെ കുറച്ച് ഫോട്ടോസും വസ്ത്രങ്ങളുമല്ലാതെ മറ്റൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിരാശയോടെ മടങ്ങാൻ തുടങ്ങിയവർ പുറത്തേക്കുള്ള വാതിൽ ലക്ഷ്യമാക്കി നടന്നു. എന്നാൽ വാതിലിനടുത്തേക്കടുക്കവേ ദേവ് പെട്ടെന്ന് നിന്നു. എന്തുപറ്റി ദേവ്? ആദി സംശയത്തോടെ ചോദിക്കവേ ദേവ് വിരലുകൾ കൊണ്ട് ആദിയോട് മിണ്ടരുതെന്ന് ആംഗ്യം കാട്ടി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ സംശയത്തോടെ നിൽക്കവേ ആദിയുടെ സംശയം മനസ്സിലാക്കിയെന്നോണം ദേവ് തന്റെ ബൂട്ടുകൊണ്ട് നിലത്താഞ്ഞു ചവിട്ടി. പൊള്ളയായ ഏതോ സ്ഥലത്ത് ചവിട്ടും പോലെ അവിടെ നിന്ന് ചെറിയ രീതിയിൽ ശബ്ദമുയർന്നതും ആദി അവിടെയായി വിരിച്ചിരുന്ന വലിയ ചുവന്ന നിറത്തിലെ വിരിപ്പ് വലിച്ചു മാറ്റി. ലുക്ക് ആദി. ആ വിരിപ്പ് മാറിയിടത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ദേവ് പറയവേ ആദിയുടെ കണ്ണുകളും നിലത്തായി ചെറിയൊരു വാതിൽ പോലെ തോന്നുന്ന ഒരു പലകയിൽ ഉടക്കി നിന്നു. സമയം ഒട്ടും പാഴാക്കാതെ ആ വാതിൽ അവൻ മുകളിലേക്ക് ഉയർത്തവേ താഴേക്ക് നീളുന്ന കോണിപ്പടികളിൽ അവരുടെ കണ്ണുകൾ ഉടക്കി. കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിലെ ലൈറ്റ് തെളിയിച്ചുകൊണ്ട് 2 പേരും ശ്രദ്ധയോടെ ആ കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് നടന്നു. ദേവ് അവിടെ കണ്ട സ്വിച്ച് ഓൺ ചെയ്തു.
ഉള്ളിലെ ഇരുടിനെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ പ്രകാശം പരന്നു. ഉള്ളിലെ കാഴ്ചകളിൽ ഇരുവരുടെയും കണ്ണുകൾ ഉടക്കി. കറുത്ത ബോർഡുകളിൽ തൂക്കിയിരിക്കുന്ന എത്രയൊക്കെയോ പത്രവാർത്തകളുടെ പീസുകൾ, മേശമേൽ മൂർച്ചയേറിയ പലവിധം കത്തികൾ. ആ മുറിയിലാകെ ചോരയുടെ ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. താഴേക്കിറങ്ങി ഓരോന്നായി അവർ പരിശോധിച്ചു. ആ പേപ്പർ കഷ്ണങ്ങളെല്ലാം തന്നെ പലയിടങ്ങളിലായി കുഞ്ഞു കുരുന്നുകളെ പിച്ചിച്ചീന്തിയ മൃഗങ്ങളുടെ വാർത്തകളായിരുന്നു. അതിൽ ചുവന്ന മഷി കൊണ്ട് വൃത്തം വരച്ച ചില വാർത്തകളിൽ ഇരുവരുടെയും കണ്ണുകളുടക്കി. ദേവ്, ഇത്? വിട്ടുമാറാത്ത ആശ്ചര്യത്തോടെ ആദി ചോദിക്കുമ്പോൾ ദേവിന്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. അതെ ആദി, ഈ ചുവപ്പ് മഷി കൊണ്ട് വരച്ച 5 വാർത്തകളിൽ പറയുന്നവരിൽ ഒരു പ്രതികൾ പോലും ഇന്ന് ജീവിച്ചിരിപ്പില്ല. തെളിവുകൾ ഏതും അവശേഷിപ്പിക്കാതെ അരങ്ങേറിയ കൊലപാതകങ്ങൾ. ഏറെ നാൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ തെളിവുകളില്ലാതെ ഡിപ്പാർട്ട്മെന്റ് ക്ലോസ് ചെയ്തതാണ് ഈ കേസുകളെല്ലാം. ഇതിന്റെ എല്ലാം പിറകിൽ സോനയായിരുന്നു. അവൾ ഒറ്റയ്ക്ക്. എങ്ങനെ അവൾക്ക് ഇതെല്ലാം കഴിഞ്ഞു? ദേവ് വിശ്വാസം വരാത്ത പോലെ ആരോടുന്നില്ലാതെ ചോദിച്ചു. വിശ്വസിക്കണം ദേവ്, കാരണം തന്റെ ചെറുപ്രായത്തിൽ തന്നെ ഒരു പെൺകുട്ടിയും സഹിക്കാനാവാത്ത വേദന അനുഭവിച്ചവളാണ് അവൾ. ഈ വാർത്തകളിലെല്ലാം ഇരയാക്കപ്പെടുന്ന ഓരോ കുരുന്നിലും അവൾ കാണുന്നത് അവളെ തന്നെയാണ്. പിന്നെ നീ പറഞ്ഞൊന്നു മാത്രം തെറ്റാണ്. അവൾ ഒറ്റയ്ക്കല്ല. അവളെ സഹായിക്കാൻ അവൾ ജീവനോളം സ്നേഹിക്കുന്ന ഒരേട്ടനുണ്ട്. എന്നാൽ ഏതോ സ്കൂൾ റെക്കോർഡുകളിൽ അവശേഷിച്ച അരവിന്ദ് എന്നതിനപ്പുറം ആ ഏട്ടനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. പിന്നെ ദേവ്, നമുക്കിവിടെ പാഴാക്കാൻ അധിക സമയമില്ല. എത്രയും വേഗം ഇവിടെ നിന്ന് പുറപ്പെടണം. എങ്ങനെയും സോനയെ കണ്ടെത്തിയേ മതിയാകൂ, ആദി അസ്വസ്ഥതയോടെ പറഞ്ഞു. അവൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയതുകൊണ്ട് അവിടെ നിന്ന് തിരികെ പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ആ മേശയുടെ ഒരു കാലിനരികിൽ സൂക്ഷിച്ചിരുന്ന ഒരു ബുക്കിൽ ദേവിന്റെ കണ്ണുകളുടക്കി. ആദി, ദേ അവിടെ. പുറകിൽ നിന്നുള്ള ദേവിന്റെ വിളി കേൾക്കവേ മുകളിലേക്ക് തിരികെ കയറാൻ തുടങ്ങിയ ആദി ഒരു നിമിഷം നിന്നു. അവിടേക്ക് നടന്ന് ആ ബുക്ക് കയ്യിലെടുക്കവേ അതിൽ നിന്ന് ഒരു ഫോട്ടോ നിലത്തേക്ക് ഊർന്നു വീണു. ആ ഫോട്ടോയിൽ ഒരു പെൺകുട്ടിയുടെയും ഒപ്പം ഒരു ആൺകുട്ടിയുടെയും ചിത്രമായിരുന്നു. ആ ഫോട്ടോയിലെ പെൺകുട്ടി സോനാണെന്ന് തിരിച്ചറിയവേ ഒപ്പമുള്ളത് അവളുടെ ഏട്ടൻ തന്നെയാണെന്ന് അവർക്ക് ഊഹിക്കാമായിരുന്നു. എന്തോ ഒന്ന് കിട്ടിയ സന്തോഷത്തോടെ ആ ഫോട്ടോയിലെ മുഖങ്ങൾ ഫോണിൽ പകർത്തി തിടുക്കത്തിൽ ദേവ് മുകളിലേക്ക് നടന്നു. എന്നാൽ പെട്ടെന്ന് മുകളിൽ ആരുടെയോ കാൽപെരുമാറ്റം കേട്ട് അവർ ഒരു നിമിഷം നിന്നു. അടുത്ത നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് എന്തോ ഒന്ന് താഴേക്ക് വീണു. ഒരു പിടച്ചിലൂടെ താഴേക്ക് തെറിച്ചു വീണ ആദിയും ദേവും ഞെട്ടലോടെ തങ്ങൾക്ക് നേരെ വീണ വസ്തുവിലേക്ക് നോക്കി. ശരീരത്തിലെ സകല നാഡീഞരമ്പുകളെയും മരവിപ്പിക്കുന്ന വിധം ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഐജിയുടെ ശരീരമായിരുന്നു അത്. ഉള്ളിലെ നടുക്കം വിട്ടുമാറാതെ മുകളിലേക്ക് നോക്കിയ അവർ മുകളിൽ തങ്ങളെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന സോനയാണ് കണ്ടത്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തുറന്നിട്ട ആ വാതിൽ മുകളിൽ നിന്ന് അവർക്ക് നേരെ വലിച്ചടയ്ക്കപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ ആരെയോ വിളിക്കാനായി ഫോണിലേക്ക് നോക്കവേ ആ മുറിക്കുള്ളിൽ ഫോൺ സിഗ്നൽ ഇല്ല എന്ന സത്യം അവർ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്ന അവസ്ഥയിൽ ദേവും ആദിയും നിൽക്കുമ്പോൾ മുകളിൽ സോനയുടെ ഫോണിൽ നിന്നുള്ള കോൾ ചാക്കോ തോമസിന്റെ റൂമിന് കാവലായി നിന്നിരുന്ന പോലീസുകാരന്റെ നമ്പറിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഹലോ മാഡം. ആ പറയൂ മാം. ഓക്കെ മാം. മറുപുറത്ത് നിന്നുള്ള സോനയുടെ വാക്കുകൾ കേട്ട അയാൾ ഫോൺ വെച്ച ശേഷം നേരെ തോമസിന്റെ റൂം ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. അവിടെ തോമസിന്റെ മുറിക്ക് കാവലായി നിന്നിരുന്ന മറ്റൊരു പോലീസുകാരൻ അയാളുടെ മുഖത്തെ ടെൻഷൻ കണ്ട് കാര്യം തിരക്കി. ഡോ, സോന മാം വിളിച്ചിരുന്നു. നമ്മൾ തേടിയിരുന്ന കൊലയാളിയില്ലേ, അയാൾ ആരാണെന്ന് കണ്ടെത്തിയെന്ന്. അയാൾ ഇവിടെയാണ് തോമസ് സാർ ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് എത്രയും വേഗം അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റണമെന്നാ മാഡം പറഞ്ഞത്. ആർക്കും സംശയം തോന്നാതിരിക്കാൻ 1-2 പോലീസുകാരെ മാത്രം കൂടെ കൂട്ടിയാൽ മതിയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അയാൾ അസ്വസ്ഥതയോടെ മറ്റേ പോലീസുകാരോട് പറഞ്ഞുകൊണ്ട് മുറി തുറന്നകത്തേക്ക് കയറി. ഉള്ളിൽ അസ്വസ്ഥമായ മനസ്സിൽ നിറഞ്ഞ ഭയത്തോടു കൂടി ഇരുന്നിരുന്ന തോമസ് പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടലോടെ എഴുന്നേറ്റു. ഉള്ളിലേക്ക് വന്നത് പോലീസുകാരാണെന്നറിഞ്ഞ അയാൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. സർ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം. നിങ്ങൾ ഇവിടെയുള്ള കാര്യം കൊലയാളി അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളെ എത്രയും വേഗം സുരക്ഷിതമായൊരിടത്തേക്ക് മാറണമെന്നാ മാഡം പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് വരൂ സർ. പോലീസുകാർ പറഞ്ഞത് കേട്ട തോമസിന്റെ മുഖം ഭയത്താൽ വിവരണമായി. പെട്ടെന്ന് തന്നെ അയാൾ പോലീസുകാർക്കൊപ്പം വെളിയിലേക്ക് പുറപ്പെട്ടു. പുറത്തെത്തിയതും അവർക്കായി എന്നോണം ഒരു വാഹനം അവിടെ വന്ന് നിന്നു. സോന പറഞ്ഞ അതേ വാഹനമാണതെന്ന് നമ്പർ നോക്കി ഉറപ്പുവരുത്തിയ ശേഷം അവർ അദ്ദേഹത്തോടൊപ്പം ആ വണ്ടിയിലേക്ക് കയറി. പുറകിൽ ഡോർ അടയുന്ന ശബ്ദം കേട്ടതും ആംബുലൻസ് പോലെ തോന്നിപ്പിക്കുന്ന ആ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ തിളങ്ങുന്ന പൂച്ചക്കണ്ണുകളുള്ള ആ മനുഷ്യൻ ഗൂഢമായി ഒന്ന് പുഞ്ചിരിച്ചു. എന്തോ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചെന്ന പോലെ
ഒന്നും മുരണ്ട ശേഷം ആ വാഹനം വേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. വാഹനം മുന്നോട്ട് നീങ്ങുന്തോറും ഉള്ളിൽ ആശ്വാസത്തോടെ ഇരുന്ന തോമസ് അറിഞ്ഞിരുന്നില്ല തന്റെ മരണത്തിലേക്കുള്ള ദൂരം കുറയുകയാണെന്ന്. അരമണിക്കൂറോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ ചെറിയൊരു ശബ്ദത്തോടെ ആ വാഹനം ആളൊഴിഞ്ഞ ഒരു ചെറിയ കെട്ടിടത്തിന് മുന്നിലായി നിന്നു. ചുറ്റിലും വലിയ മരങ്ങളാൽ നിറഞ്ഞിരുന്ന ആ സ്ഥലം ശരിക്കും ഒരു വനത്തിനുള്ളിൽ എന്ന പോലെ തന്നെയായിരുന്നു. സോന നേരത്തെ പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല. അകത്തേക്ക് വരൂ സർ. തോമസിന് മുന്നിലായി നടന്നുകൊണ്ട് ആ പോലീസുകാർ അയാളെ ആ വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ ഉള്ളിലേക്ക് കടന്നു എന്ന് മനസ്സിലാക്കിയതും ആ വണ്ടിയുടെ ഡോർ തുറന്ന് ആ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആളും പുറത്തേക്കിറങ്ങി. ഇതേസമയം ആദിയും ദേവും പുറത്തു കടക്കാനുള്ള മാർഗങ്ങൾ തേടുകയായിരുന്നു. രണ്ടുപേരും ചേർന്ന് ശക്തിയിൽ തള്ളി നോക്കിയെങ്കിലും ആ വാതിൽ ഒന്ന് അനങ്ങിയതുപോലുമില്ല. പലതും പരീക്ഷിച്ച് വിജയിക്കാതെ തോറ്റുപോയ അവസ്ഥയിൽ രണ്ടുപേരും നിലത്തേക്കിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് രണ്ടുപേർക്കും ഉത്തരമില്ലായിരുന്നു. അപ്പോഴാണ് നിലത്ത് ചിതറിക്കിടക്കുന്ന ചില വസ്തുക്കൾക്കിടയിൽ മൂർച്ചയേറിയ എന്തിൻ്റെയോ ആഗ്രഹം ദേവ് ശ്രദ്ധിച്ചത്. പ്രതീക്ഷയോടെ ആ വസ്തു വലിച്ചെടുക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണിൽ പ്രതീക്ഷയുടെ ഒരു കണം തെളിഞ്ഞു. അറ്റം കൂർത്ത ഒരു ഇരുമ്പ് തണ്ടായിരുന്നു അത്. കയ്യിലത് മുറുകെ പിടിച്ച ദേവ് അടഞ്ഞുകിടന്ന വാതിലിന്റെ മധ്യത്തിലേക്ക് അത് ആഞ്ഞുകുത്തി. ദേവിന് ഒറ്റയ്ക്ക് കഴിയുന്നില്ല എന്ന് തോന്നിയപ്പോൾ ആദ്യം അവനോടൊപ്പം ചേർന്നു. അല്പസമയത്തെ രണ്ടുപേരുടെയും പരിശ്രമത്തിന്റെ ഫലമെന്നോണം ആ വാതിൽ അവർക്ക് മുന്നിൽ തുറന്നു മാറി. സമയം ഒട്ടും പാഴാക്കാതെ പുറത്തു കിടന്ന രണ്ടുപേരും തോമസ് ഉണ്ടായിരുന്ന റൂം ലക്ഷ്യമാക്കി പാഞ്ഞു. ഒരു ഇരമ്പലോടെ ചീറിപ്പാഞ്ഞ അവരുടെ വാഹനം നിമിഷ നേരം കൊണ്ട് തോമസ് ഉണ്ടായിരുന്ന ആ ഓഫീസിന് മുന്നിലായി ചെന്ന് നിന്നു. അതിൽ നിന്ന് പുറത്തേക്ക് ചാടിയിറങ്ങിയ ദേവും ആദിയും ഒട്ടും സമയം കളയാതെ ആ റൂം ലക്ഷ്യമാക്കി ഓടി. എന്നാൽ അവിടെ എത്തിയപ്പോൾ ആ റൂം തുറന്നു കിടക്കുകയായിരുന്നു. പുറത്ത് വാഹനം വന്നു നിന്ന ഒച്ച കേട്ട് അവിടേക്കായി ഓടിവന്ന പോലീസുകാരോടായി ദേവ് കിതപ്പോടെ സംഭവിച്ച കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. എവിടേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്? കിതപ്പോടെയുള്ള ആദിയുടെ ചോദ്യത്തിന് അവരുടെ പക്കൽ ഉത്തരമില്ലായിരുന്നു. എവിടേക്കാണ് അയാളെ കൊണ്ടുപോയതെന്ന് അവിടെയുണ്ടായിരുന്ന പോലീസുകാരിൽ ഒരാൾക്ക് പോലും അറിയില്ലായിരുന്നു. ദേവ്, ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കും എന്ന സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ തോമസ് സാറിന്റെ ശരീരത്തിൽ ചെറിയൊരു മൈക്രോചിപ്പ് ഞാൻ ആദ്യം തന്നെ ഇഞ്ചക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അത് പ്രയോജനപ്പെട്ടു. അതും പറഞ്ഞ് ആദി മറ്റൊരു മുറിയിലേക്ക് നീങ്ങി. അല്പസമയത്തിന് ശേഷം കയ്യിലൊരു ടാബുമായി വന്നവൻ അതിൽ തോമസിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് അരമണിക്കൂറോളം ദൂരെ ആളൊഴിഞ്ഞ ഒരു കാട്ടുപ്രദേശത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ആ സ്ക്രീനിൽ ചുവപ്പ് വൃത്തം തെളിഞ്ഞു. വി ഗോട്ട് ഇറ്റ്, ക്യുക്ക് ദേവ്. അതും പറഞ്ഞ് ആദി വെളിയിലേക്ക് പാഞ്ഞു. വേഗത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ആദി ദേവ് കൂടി അതിലേക്ക് കയറി എന്ന് ഉറപ്പുവരുത്തിയതും മുന്നോട്ട് ഒരു ഇരമ്പലോടെ പാഞ്ഞു. സ്ക്രീനിൽ തെളിഞ്ഞു നിന്ന ആ ലൊക്കേഷനിൽ അവർ എത്തുമ്പോൾ അവിടെയാകെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നിശബ്ദത പടർന്നിരുന്നു. ചുറ്റിലും മരങ്ങളാൽ നിറഞ്ഞതിനാൽ പകൽ പോലും ചെറിയൊരിരുട്ട് അവിടെ നിറഞ്ഞിരുന്നു. വേഗത്തിൽ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയ ആദിയും ദേവും ആ വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറി. എന്നാൽ അവർ പ്രതീക്ഷിച്ചതിൽ നിന്ന് വിപരീതമായി അതിനുള്ളമാകെ ശൂന്യമായിരുന്നു. ദേവ് തന്റെ വിരൽ കൊണ്ട് ആദിയോട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഉള്ളിലെ ചെറിയൊരു മുറി പോലെ തോന്നിപ്പിക്കുന്ന ഒന്ന് ലക്ഷ്യമാക്കി നീങ്ങിയ ദേവ് അവിടെ മറ പോലെ ഇട്ടിരിക്കുന്ന തുണി വലിച്ചു നീക്കി ഉള്ളിലേക്ക് കയറി. എന്നാൽ അവിടെയും ശൂന്യമായിരുന്നു. ആ വീട്ടിലുടനീളം അന്വേഷിച്ചുവെങ്കിലും അവിടെയെങ്ങും സോനയെയോ തോമസിനെയോ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ വീണ്ടുമുള്ള തോൽവി അറിഞ്ഞെന്നോണം ആ വീടിന് മുകളിലായി ആകാശത്ത് ഒരു കഴുകൻ വട്ടമിട്ട് പറന്നു. അതിന്റെ ചുണ്ടുകളിൽ ഉണങ്ങാത്ത രക്തത്തിന്റെ അവശേഷിപ്പുകൾ ബാക്കിയുണ്ടായിരുന്നു. വീടിനുള്ളിൽ ആരെയും കാണാത്തതിനാൽ സംശയത്തോടെ ആദിയും ദേവും പുറത്തേക്കിറങ്ങി. ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾക്കിടയിൽ കാഴ്ചകൾ പലതും അവർക്ക് അവ്യക്തമായിരുന്നു. എന്തോ ഒന്ന് പരസ്പരം പറഞ്ഞ ശേഷം രണ്ടുപേരും ഓരോ ഭാഗങ്ങളിലേക്ക് നടന്നു. തിങ്ങി നിറഞ്ഞ മരങ്ങൾക്കിടയിൽ അവർ തോമസിനായി തിരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ കണ്ണെത്താ ദൂരത്തോളം നീണ്ടുപോയിരുന്ന മരങ്ങളല്ലാതെ മറ്റൊന്നും അവർ കണ്ടില്ല. അവിടെയാകെ അവർ തോമസ് എന്ന പേര് ഉച്ചത്തിൽ അലറിക്കൊണ്ട് തിരഞ്ഞെങ്കിലും അവരുടെ ശബ്ദം തന്നെ അവിടെയാകെ പ്രതിധ്വനിച്ചു മുഴങ്ങി എന്നതല്ലാതെ മറ്റൊരു ശബ്ദവും അവർ കേട്ടില്ല. നിരാശയോടെ വീണ്ടും ഒരിടത്ത് തന്നെ തിരികെ എത്തിയ അവർ പ്രതീക്ഷ കൈവിടാതെ ബാക്കിയുള്ള 2 ദിശകൾ കൂടി പരിശോധിക്കാമെന്ന ചിന്തയോടെ വീണ്ടും പിരിഞ്ഞു. എന്നാൽ അവിടെയും നിരാശ തന്നെയായിരുന്നു അവർക്കുള്ള ഉത്തരം. ഇനി എന്ത് എന്നറിയാതെ കുഴങ്ങിയ അവർ വീണ്ടും ആദ്യം നിന്നിടത്ത് തന്നെ തിരികെ എത്തി. എന്തൊക്കെയോ തമ്മിൽ സംസാരിച്ച ശേഷം അവർ തിരികെ നടന്നു. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് അവർ നീങ്ങിയതും
അവിടെയാകെ പ്രതിധ്വനിച്ചുകൊണ്ട വലിയൊരു നിലവിളി ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. ആ വലിയ മരങ്ങൾക്കിടയിൽ ആ നിലവിളി കേട്ട ഭാഗത്തേക്ക് ആദിയും ദേവും ഞെട്ടലോടെ ഓടിയെടുത്തു. ഒരു നിമിഷം ആ നിലവിളി ഉയർന്ന ദിക്ക് അവർ ഒന്നുകൂടി നോക്കി. എന്നാൽ അവിടെയെല്ലാം അപ്പോഴും ശൂന്യമായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിന്ന അവരുടെ ശരീരത്തിലേക്ക് മുകളിൽ വാനത്തെ മറച്ചു നിന്നിരുന്ന ആ മരങ്ങൾക്കിടയിൽ നിന്ന് കുറച്ച് രക്തത്തുള്ളികൾ ഇറ്റുവീണു. ഒരു നിമിഷം ഒന്ന് പകച്ച ആദിയും ദേവും ഞെട്ടലോടെ മുകളിലേക്ക് നോക്കി. തങ്ങൾക്ക് മുകളിലായി ഇടതൂർന്നു വളർന്നു നിൽക്കുന്ന വലിയ മരങ്ങൾക്കിടയിൽ ചെറിയൊരു കൂര പോലൊരു കെട്ടിടം. അതിൽ നിന്ന് താഴേക്ക് നീണ്ടുകിടക്കുന്ന ഒരു കയറിന്റെ അറ്റത്തായി തോമസിന്റെ ശരീരം. തല കീഴായി കിടന്നിരുന്ന ആ ശരീരത്തിലെ മുറിവുകളിൽ നിന്ന് രക്തത്തുള്ളികൾ താഴേക്ക് ഇറ്റു വീഴുന്നു. പതിയെ നോട്ടം മുകളിലേക്ക് നീങ്ങവേ ആ കയറിന്റെ മറ്റേ അറ്റത്ത് പിടിമുറുക്കി ഒരു പുഞ്ചിരിയോടെ തങ്ങളെ നോക്കി നിൽക്കുന്ന സോനയിൽ ഇരുവരുടെയും കണ്ണുകളുടക്കി. സോന, വേണ്ട. അതും പറഞ്ഞ് ദേവു മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയതും സോന തന്റെ കയ്യിലെ കയറിന്റെ പിടി ഒന്നയച്ചു. നോ. ഒരു നിമിഷം മുന്നോട്ട് വെച്ച ദേവിന്റെ കാൽ പിറകിലേക്ക് വലിച്ചു. വേണ്ട. ആദിയുടെ അലർച്ചയുയർന്നതും അവൾ വീണ്ടും ആ കയറിൽ പിടിമുറുക്കി. ഇവനെ ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാമെന്ന് നിങ്ങൾ കരുതണ്ട. വെറുതെ വിടില്ല ഞാൻ. എന്റെ ജീവിതം നശിപ്പിച്ച ഒരാളെയും ഞാൻ വിടില്ല. നിങ്ങൾ എന്താണ് കരുതിയത്? കണ്ണു മൂടിക്കെട്ടിയ നമ്മുടെ നിയമത്തിന് മുന്നിൽ ഇവനെ വിട്ടുതന്ന് ഞാൻ കീഴടങ്ങുമെന്നോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ദേവ്. എനിക്ക് നീതി തരാത്ത ഒരു നിയമത്തിന് മുന്നിലും ഈ സോന കീഴടങ്ങില്ല. ഒരു നിയമത്തിലും ഞാൻ വിശ്വസിക്കുന്നുമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് സോന തന്റെ കയ്യിലെ കയറിന്റെ പിടി പൂർണ്ണമായും വിട്ടു. നോ. ഒരലർച്ചയോടെ ആദിയും ദേവും അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ തോമസിന്റെ ശരീരം നിലത്തേക്ക് പതിച്ചിരുന്നു. ആ ശരീരത്തിൽ നിന്ന് രക്തം ചിതറിത്തെറിച്ചു. തോമസിന്റെ ശരീരത്തെ അവർ മടിയിലേക്ക് എടുത്തു കിടത്തുമ്പോഴേക്കും ആ ശരീരത്തിൽ നിന്ന് അവസാന ശ്വാസവും നിലച്ചിരുന്നു. ആദി, ഇത് ഞാൻ നോക്കിക്കോളാം. സോന, അവൾ രക്ഷപ്പെടാൻ പാടില്ല. ഇപ്പോഴും മറഞ്ഞിരിക്കുന്ന അവളുടെ ഏട്ടൻ എവിടെയാണെന്നറിയാനെങ്കിലും അവളെ നമുക്ക് പിടികൂടണം. ദേവ് അത് പറഞ്ഞപ്പോഴാണ് ആദി മുകളിൽ സോന നിന്നിടത്തേക്ക് നോക്കിയത്. ഒരു നിമിഷം അവനൊന്ന് ഞെട്ടി. കാരണം അവൾ നിന്നിടം ശൂന്യമായിരുന്നു. ദേവ്, അവളെവിടെ? ഷെറ്റ്, ഇത്രയും ഉയരത്തിൽ നിന്ന് നമ്മുടെ കണ്ണൊന്ന് ചിമ്മിയ നിമിഷം കൊണ്ട് അവൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ആദി ദേഷ്യത്തോടെ അടുത്തു നിന്ന മരത്തിൽ മുഷ്ടി ചുരുട്ടിയിടിച്ചു. ആദി, ദേ അത് നോക്ക്. ദേവ് അത് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് വിരൽ ചൂണ്ടിയിടത്തേക്ക് നോക്കിയപ്പോഴാണ് ആദി അത് ശ്രദ്ധിച്ചത്. സോന നിന്നിരുന്ന മരങ്ങൾക്കിടയിലൂടെ നേർത്തത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ലൈൻ എങ്ങോട്ടോ കടന്നുപോയിരിക്കുന്നു. ഒരുപക്ഷെ അതിലൂടെയാകും അവൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. ദേവ്, അവൾ ഈ കാട് വിട്ട് പുറത്തു പോകാൻ പാടില്ല. ആദി പറഞ്ഞത് മനസ്സിലായി എന്നോണം ദേവ് ആ ലൈനിന്റെ മറ്റേ അഗ്രം തേടി ഓടി. ആദിയും അവനെ അനുഗമിച്ചു. അവരുടെ ഊഹം ശരിയായിരുന്നു എന്നോണം ദൂരെ നിന്ന് അവർ കണ്ടു. കുറച്ചു മാറി ഉയരമുള്ള ഒരു പ്രദേശത്ത് നിൽക്കുന്ന സോന. അവൾക്കൊപ്പം മറ്റാരോ കൂടെയുണ്ട്. മുഖം വ്യക്തമല്ലാത്ത ആരോ ഒരാൾ. എന്നാൽ ദേവും ആദിയും എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് മുകളിലേക്ക് വീണ്ടും ഓടിയ സോനയും കൂടെയുണ്ടായിരുന്ന ആളും കുറച്ചു മുകളിലായി നിർത്തിയിരുന്ന അവരുടെ വണ്ടിയിൽ കയറി മുന്നോട്ട് പാഞ്ഞു. ആ കാഴ്ച കണ്ട ദേവും ആദിയും ദേഷ്യത്തോടെ അലറി. അവരുടെ ശബ്ദം ആ മരങ്ങൾക്കിടയിൽ പ്രതിധ്വനിച്ചു. കിതപ്പോടെ ഓടിയെത്തിയ അവർ സോനയുടെ വണ്ടി നീങ്ങിയ വഴിയിലേക്ക് നോക്കി അവർ നിന്നു. അല്പസമയത്തിന് ശേഷം ഇനി എന്ത് എന്നർത്ഥത്തിൽ ആദി ദേവിനെ നോക്കി. തിരികെ പോണം, എത്രയും വേഗം. തോമസ് സാറിന്റെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. പിന്നെ സോന, ഇവിടെ നിന്ന് അവൾ രക്ഷപ്പെട്ടു. ബട്ട് അവൾക്ക് ഇനിയൊരു രക്ഷപ്പെടൽ ഉണ്ടാകില്ല. അത്രയും പറഞ്ഞ് ദേവ് മുന്നോട്ട് നടന്നു. എന്നാൽ ദേവ് പോലും അറിയാതെ ആ ഇടത്തു നിന്ന് എന്തോ ഒന്ന് ആദിക്ക് ലഭിച്ചിരുന്നു. അത്രമേൽ പ്രാധാന്യമായതുകൊണ്ടോ എന്തോ അവനത് കൈക്കുള്ളിൽ തന്നെ മുറുക്കെ പിടിച്ചിരുന്നു. തിരികെ തോമസിന്റെ ശരീരവുമായി തങ്ങളുടെ വണ്ടിക്കരികിലേക്ക് നടക്കുമ്പോഴും ദേവിന്റെ മുഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തോ ഒരു അസ്വസ്ഥതയാൽ നിറഞ്ഞിരുന്നു. IG ഓഫീസ്. വാട്ട് ദി ഹെൽ? വീണ്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊലയാളി രക്ഷപ്പെട്ടെന്നു. അതാരാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല എന്നോ? എത്ര നിസ്സാരമായാണ് ആദി നിങ്ങളിത് പറയുന്നത്? കൈവെള്ളയിൽ കിട്ടിയ കൊലയാളിയെ വിട്ടുകളഞ്ഞിട്ട് ഇങ്ങനെ എക്സ്ക്യൂസ് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? IG ദേഷ്യം കൊണ്ടലറുമ്പോഴും ആദിയും ദേവും മൗനമായി നിന്നതേയുള്ളൂ. ഇന്നത്തോടെ മതിയാക്കിക്കോ നിങ്ങളുടെ ഈ കേസും അന്വേഷണവും എല്ലാം. ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളെക്കാൾ മിടുക്കരായ ഒരുപാട് പേരുണ്ട്. ഇനി ഈ കേസ് എങ്ങനെ അന്വേഷിക്കണമെന്ന് എനിക്കറിയാം. നൗ യു ടു ഗെറ്റ് ഔട്ട്. IG ദേഷ്യം നിറഞ്ഞ വാക്കുകൾക്ക് മുന്നിൽ നിശബ്ദമായി നിന്ന ശേഷം രണ്ടുപേരും പുറത്തേക്ക് നടന്നു. ദേവ്, നമുക്കൊരിടം വരെ പോകാനുണ്ട്.
ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ മൗനം ഭേദിച്ചുകൊണ്ട് ആദി ദേവിനോടായി പറഞ്ഞു. ആദിയോടൊപ്പം ജീപ്പിലിരിക്കുമ്പോഴും ആ യാത്ര എങ്ങോട്ടാണെന്ന് അവൻ ചോദിച്ചില്ല. ദൂരെയേറെ താണ്ടി ചെറിയൊരു വീടിന് മുന്നിൽ ആ വാഹനം ചെന്ന് നിന്നു. വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടോ എന്തോ ആ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയ യുവാവിന്റെ മുഖത്തേക്ക് ദേവ് സൂക്ഷിച്ചു നോക്കി. ആനന്ദ്, നമ്മളെന്താ ഇവിടെ? സംശയത്തോടെയുള്ള ദേവിന്റെ ചോദ്യത്തിന് പറയാമെന്ന് മാത്രം ഉത്തരം നൽകിക്കൊണ്ട് ആദി ആ വീടിനുള്ളിലേക്ക് നടന്നു. നിങ്ങളെന്താ ഇവിടെ? കയറി വരണം സർ. ആനന്ദിന്റെ സംശയത്തോടെയുള്ള ചോദ്യത്തിന് ദേവ് ഉത്തരം പറയാതെ ഉള്ളിലേക്ക് നടന്ന് അവിടെ കണ്ട കസേരയിലായിരുന്നു. ഒപ്പം ആദിയും. പിന്നെ എങ്ങനെ പോകുന്നു ആനന്ദ്, ജോലിയെല്ലാം? താൻ അറിഞ്ഞു കാണുമല്ലോ, ആ കേസിൽ നിന്ന് ഞങ്ങളെ മാറ്റി വേറെ ടീമിനെ നിയമിച്ചു. ആ, ഞങ്ങളുടെ സീനിയർ പറയുന്നത് കേട്ടു. ആനന്ദ് ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാ ആനന്ദ്? ഇപ്പോൾ ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരല്ല. തൻ്റെ 2 സുഹൃത്തുക്കൾ എന്ന നിലയിൽ തനിക്ക് പറയാം. സോന എവിടെ? സോനയോ? എനിക്കെങ്ങനെ അറിയാനാ? ആനന്ദിന്റെ പകപ്പോടെയുള്ള ചോദ്യത്തിന് ആദ്യം ഒന്ന് ചിരിച്ചു. ദേവിന്റെയും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവനും പകച്ചിരുന്നു. അത് മനസ്സിലാക്കിയിട്ടെന്നോണം ആദി തന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ലോക്കറ്റ് എടുത്ത് മേശയിലേക്ക് വെച്ചു. ഇനി പറയൂ, ജൂനിയർ ഫോറൻസിക് സർജൻ മിസ്റ്റർ ആനന്ദ്, സോനയെ നിങ്ങൾക്കറിയില്ലേ? ആ ലോക്കറ്റിൽ പതിഞ്ഞിരുന്ന ആനന്ദിന്റെയും സോനയുടെയും ചിത്രങ്ങളിലേക്ക് ദേവും ആനന്ദും ഒരുപോലെ നോക്കി. അപ്പോൾ നീ എല്ലാം അറിഞ്ഞു അല്ലേ? ഒരൊറ്റ നിമിഷം കൊണ്ട് നിഷ്കളങ്കത നിറഞ്ഞ മുഖത്തു നിന്ന് രൗദ്രഭാവത്തിലേക്ക് ആനന്ദ് മാറുന്നത് ഇരുവരും നോക്കി നിന്നു. എന്നെ നിങ്ങൾക്ക് കൊല്ലാം, എന്നാൽ ഒരിക്കലും സോനയെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ജീവിതത്തിൽ അനുഭവിക്കാനുള്ള എല്ലാ വേദനയും അനുഭവിച്ചു കഴിഞ്ഞതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമില്ല. എന്നാൽ ഒരിക്കൽ മരണത്തിൽ നിന്ന് ഞാൻ തിരിച്ചു പിടിച്ച എൻ്റെ സോനയെ നിങ്ങൾ തൊടില്ല. അതിനി നിങ്ങളെ കൊല്ലണമെങ്കിൽ അതും ഞാൻ ചെയ്യും. എനിക്കറിയാം, ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ കുട്ടിയാണ് ഇത് ചെയ്തതെന്നറിയാവുന്ന 2 പേർ നിങ്ങൾ മാത്രമാണ്. മറ്റാരോടും നിങ്ങൾ അവളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ആ രഹസ്യം ഇവിടെ നിങ്ങളോടൊപ്പം അവസാനിക്കണം. അത്രയും പറഞ്ഞ് ആനന്ദ് അടുത്ത് കണ്ട കത്തിയിലേക്ക് കൈനീട്ടിയതും ആദി അവന്റെ കൈകൾ ചെറുത്തു. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ആനന്ദ്. ഞങ്ങൾ വന്നത് അവളെ കൊണ്ടുപോകാനല്ല. ആദ്യമായി തോറ്റ കേസാണിത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ദേവ്, കുറച്ചു നാളുകളുടെ പരിചയമേ ഉള്ളൂവെങ്കിലും ആ മനസ്സ് എനിക്കറിയാം. പുറമേ ദേഷ്യം കാണിക്കുമ്പോഴും ആ മനസ്സ് നിറയെ സോനയോടുള്ള സ്നേഹമാണ്. അവൻ വിശ്വസിക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് വേണ്ടി സ്വയം നീറി എല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോഴും ആ ഉള്ളു തുടിക്കുന്നത് എനിക്ക് കേൾക്കാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടെത്തിയ തെളിവുകൾ ഇവിടെ ഈ നിമിഷം ഞങ്ങൾ മറക്കുന്നു. ഇനിയൊരാളും അവളുടെ ഭൂതകാലം ചികഞ്ഞെത്തില്ല. പിന്നെ ഇപ്പോൾ തന്നെ വേണമെന്ന് പറയുന്നില്ല. ഞങ്ങൾ ഈ പറഞ്ഞത് വിശ്വാസമാകുന്ന ഒരു നാൾ, ആ ദിവസം നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിന്റെ അനിയത്തിയുടെ കൈകൾ ഈ കൈകളിൽ ഏൽപ്പിക്കണം. അത്രയും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പുഞ്ചിരിയോടെ തിരികെ നടക്കുന്ന ആദിയെ ദേവും ആനന്ദും അത്ഭുതത്തോടെ നോക്കി. ആദി, നീ? അവന് പുറകെ ചെന്ന ദേവ് ആദിയെ തടഞ്ഞുകൊണ്ട് എന്തോ പറയാൻ തുടങ്ങിയതും ആദി തടഞ്ഞു. വേണ്ട ദേവ്, നീ ഒന്നും ചോദിക്കരുത്. നീ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചത് ഇത് തന്നെയാണെന്ന് എനിക്കറിയാം. പിന്നെ അവളെ പിടിക്കാൻ ശ്രമിച്ചത് അതൊരിക്കലും എനിക്ക് വേണ്ടിയല്ല. ഞാനണിഞ്ഞ യൂണിഫോമിന്റെ വിശ്വാസം കാക്കാൻ മാത്രം. എപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം ഞാൻ എടുത്തു, അപ്പോൾ തന്നെ ഈ ആദിയുടെ രാജിക്കത്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞു. നീ ജീവിക്കൂ ദേവ്. നിന്റെ സോന വേദനകൾ മാത്രം അറിഞ്ഞൊരു പെണ്ണാണ്. ഇനിയുള്ള കാലം അവളും ചിരിക്കട്ടെ. പിന്നെ ഇതൊക്കെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല കേട്ടോ. ഈ യൂണിഫോമിന്റെ ഉള്ളിൻ്റെ എവിടെയോ കാമം കൊണ്ട മൃഗങ്ങൾക്ക് മുന്നിൽ ജീവൻ സമർപ്പിക്കേണ്ടി വന്ന ഒരു അനിയത്തിക്കുട്ടിയുടെ ഏട്ടൻ കൂടി ഉറങ്ങുന്നുണ്ട്. അതൊന്നും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ദേവ്. അത്രയും പറഞ്ഞ് ആദ്യം നടന്നു നീങ്ങുമ്പോൾ ദേവ് പിന്നെ ഒന്നും ചോദിച്ചില്ല. അവന്റെ ഉള്ളും സന്തോഷിച്ചിരിക്കണം. അകലെ എവിടെയോ അവരെ കണ്ടുകൊണ്ടിരുന്ന അവളും സന്തോഷിച്ചു കാണും. അല്ലെങ്കിൽ തന്നെ അവൾ ചെയ്തതിൽ എന്താണ് തെറ്റ്? നമ്മുടെ ജീവന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ നമ്മൾ കൊല്ലാറില്ലേ? അവളും അത്രേ ചെയ്തുള്ളൂ, അത്രമാത്രം. പ്രിയ കൂട്ടുകാരെ, ഈ കഥ ഇവിടെ അവസാനിച്ചു. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. കൂടുതൽ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.